Hi all, welcome to Eduooz Academy. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ മുന്നേ നമ്മുടെ അനലിസ്റ്റിന്റെ എക്സാം ആയിരുന്നു അല്ലെ. ഏകദേശം ഒരു ആവറേജ് മീഡിയം ടൈപ്പ് എക്സാം ആയിരുന്നു. അതായത് അത്ര സിമ്പിളും അല്ല എന്നാൽ അത്ര ടഫും അല്ല, ഏകദേശം ഒരു മീഡിയം ലെവൽ, ഒരു ആവറേജ് ലെവൽ എക്സാം ആയിരുന്നു നമ്മുടെ. അതായത് കാരണം സിലബസ് മാറ്റിയിട്ടുള്ള ഫസ്റ്റ് എക്സാം ആണ് അല്ലെ, മുന്നത്തെ സിലബസ് അല്ല. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അനാട്ടമിയിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ദ ഹൈലം ഓഫ് ദ കിഡ്നി ലൈസ് ഇൻ ഇറ്റ്. ഇത് എനിക്ക് തോന്നുന്നു ശരിയാക്കി കാണണം. ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. അതായത് കിഡ്നിയുടെ ഏതു ഭാഗത്താണ് ഹൈലം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം ഇതാണ് കിഡ്നി എങ്കിൽ ഏകദേശം ഇവിടെ ഇത്രയുള്ള പാർട്സ് ആണ് മൊത്തത്തിൽ എന്തെന്ന് പറയുക? റീനൽ ഹൈലം എന്ന് പറയാം അല്ലെ. പിന്നെ അതല്ലാണ്ട് തന്നെ ഔട്ടർ കോർട്ടെക്സ് ഉണ്ട്, മെഡുല്ല ക്യാപ്സ്യൂൾ ലെയർ ഉണ്ട്, അതുപോലെ കാലിക്സസ് വരുന്നുണ്ട്, പിരമിഡ്സ് വരുന്നുണ്ട്, അങ്ങനെ കുറെ പാർട്സ് വരുന്നുണ്ട് കിഡ്നിക്ക്. അപ്പൊ ഇവിടെ എന്താണ്? ഈ ഒരു മീഡിയം പാർട്ടിലായിട്ടാണ് റീനൽ ഹൈലം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദ ഹൈലം ഓഫ് ദ കിഡ്നി ലൈസ് ഇൻ ഇറ്റ്സ് ഓപ്ഷൻസ് ഏതാണ്? മീഡിയൽ മാർജിൻ, ലാറ്ററൽ മാർജിൻ, സുപ്പീരിയർ മാർജിൻ ആൻഡ് ഇൻഫീരിയർ മാർജിൻ. സോ എന്താണ് അതിന്റെ ആൻസർ? ഓപ്ഷൻ എ അല്ലേ. സോ ദ ഹൈലം ഓഫ് ദ കിഡ്നി ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇറ്റ്സ് മീഡിയൽ മാർജിൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. എങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് ഓരോ ചാൻസസ് ആണ്. അതായത് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് കണ്ട് കുറച്ചും കൂടി ഫെമിലിയറൈസ് ആവാൻ പറ്റും. അതായത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു എക്സാംസിന് വരുമ്പോൾ എന്താണ് നമുക്കപ്പോ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. സോ തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കുകയൊന്നും വേണ്ട. ഹൈലം ഓഫ് ദ കിഡ്നി ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇറ്റ്സ് മീഡിയൽ മാർജിൻ. അത് ഇനി മറക്കാണ്ടിരുന്നാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ മെയിൻ ബ്രാഞ്ച് ഓഫ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഈസ്. അതായത് എന്താണ്? ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ച് ഏതാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം എന്താണ് കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടായിട്ട് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതില് ഓപ്ഷൻസ് എന്താണ്? സൈനോ ഏട്രിയൽ നോഡൽ ആർട്ടറി, ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ആർട്ടറി, റൈറ്റ് മാർജിനൽ ആർട്ടറി, ആർട്ടറി ടു AV നോഡ്. അതായത് ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊറോണറി ആർട്ടറിക്ക് രണ്ട് ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? റൈറ്റ് കൊറോണറി ആർട്ടറി ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. രണ്ട് മെയിൻ ബ്രാഞ്ചസ് ആണ് ആർട്ടറിക്ക്, കൊറോണറി ആർട്ടറിക്ക് വരിക. റൈറ്റ് കൊറോണറി ആർട്ടറി ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. അതില് സൈനോ ഏട്രിയൽ നോഡൽ ആർട്ടറി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ബിലോങ്സ് ടു, അല്ലെങ്കിൽ അത് എന്തിന്റെ പാർട്ടാണ്? റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ വേറൊരു സബ് ബ്രാഞ്ച് ആണ് സൈനോ ഏട്രിയൽ നോഡൽ ആർട്ടറി. അതുപോലെ റൈറ്റ് മാർജിനൽ ആർട്ടറി ഏതാണ്? ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ്, അല്ലെങ്കിൽ സബ് ബ്രാഞ്ച് ഓഫ് റൈറ്റ് കൊറോണറി ആർട്ടറി. ആൻഡ് ഫൈനലി ആർട്ടറി ടു AV നോഡ്, ഏട്രോവെൻട്രിക്കുലർ നോഡ് അല്ലെ. ആർട്ടറി ടു AV നോഡും എന്താണ്? റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ഒരു സബ് ബ്രാഞ്ച് ആണ്. സോ ബാക്കി ഏതാണ് വരുന്നത്? ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ആർട്ടറി. ആണ് എന്ത്? ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ മെയിൻ ബ്രാഞ്ച്. സോ ദ മെയിൻ ബ്രാഞ്ച് ഓഫ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ് ഏതൊക്കെയാണ്? സൈനോ ഏട്രിയൽ നോഡൽ ആർട്ടറി ഉണ്ട്, ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ആർട്ടറി ഉണ്ട്, റൈറ്റ് മാർജിനൽ ആർട്ടറി ഉണ്ട്, ആർട്ടറി ടു AV നോഡ് ഉണ്ട്. ബാക്കി മൂന്നും ഏതാണ്? റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ്. ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ആർട്ടറി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ സേഫ്റ്റി മസിൽ ഓഫ് ടങ്. ഇതിൽ ഏതാണ് എന്ത്? ടങ്കില് നമുക്കറിയാം ടങ്കിന് എന്തൊക്കെയുണ്ട്? കുറച്ച് പെയർസ് ഓഫ് എക്സ്ട്രിൻസിക് മസിൽസ് ഉണ്ട് അല്ലെ. മസിൽസ് ഉണ്ട്. അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? ജീനിയോഗ്ലോസസ്, സ്റ്റൈലോഗ്ലോസസ്, പാലേറ്റോഗ്ലോസസ്, ഹയോഗ്ലോസസ്. അപ്പൊ ഇത്രയും എന്താണ്? ടങ്കായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മസിൽസ് ആണ്. സോ ഓരോ മസിൽസിന്റെയും ഫംഗ്ഷൻ, അതായത് സ്റ്റൈലോഗ്ലോസസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് എന്താണ്? ഹെൽപ്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ദ ടങ്. ടങ്കിന്റെ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന മസിലാണ് സ്റ്റൈലോഗ്ലോസസ്. പാലേറ്റോഗ്ലോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ, ടങ്കിന്റെ അപ്വേർഡ് മൂവ്മെന്റ്, അതായത് ടങ്ക് കുറച്ചുകൂടി മുകളിലോട്ട് മൂവ് ചെയ്യാനും, അതുപോലെ ഇറ്റ് ക്ലോസസ് ദി ഓറൽ ക്യാവിറ്റി. മുകളിലോട്ട് മൂവ് ചെയ്ത് അതുവഴി എന്താണ്? ഓറൽ ക്യാവിറ്റി ക്ലോസ് ചെയ്യാനുള്ള ഫംഗ്ഷനും, അല്ലെങ്കിൽ അതിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നത് ഏത് മസിലാണ്? ക്ലോസസ് ദി ഓറൽ ക്യാവിറ്റി. ഓക്കെ,
സോ പാലറ്റോഗ്ലോസസിന്റെ ഫംഗ്ഷൻ എന്താണ്? പാലറ്റോഗ്ലോസിസ് ഇത്രേ ഉള്ളൂ, അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് ദ ടങ് ആൻഡ് ഓൾസോ ഇറ്റ് ക്ലോസസ് ദി ഓറൽ ക്യാവിറ്റി. അതുപോലെ ഹയോഗ്ലോസസ് മസിൽ എന്താണ്? ഇറ്റ് റിട്രാക്ട്സ് ദ ടങ്, റിട്രാക്ട് ചെയ്യും, റിട്രാക്ട് ആസ് വെൽ ആസ് ഡിപ്രസ് ദ ടങ്, റിട്രാക്ട് ആൻഡ് ഓൾസോ ഡിപ്രസ് ദ ടങ്. അപ്പൊ ഇതാണ് എന്ത്? ഹയോഗ്ലോസസിന്റെ. ബാക്കി വരുന്ന ഏതാണ്? ജീനിയോഗ്ലോസസ്. സോ ജീനിയോഗ്ലോസസ് ആണ് എന്ത്? ദ സേഫ്റ്റി മസിൽ ഓഫ് ടങ്. അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു: ജീനിയോഗ്ലോസസ്, സ്റ്റൈലോഗ്ലോസസ്, പാലറ്റോഗ്ലോസസ് ആൻഡ് ഹയോഗ്ലോസസ്. മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന മസിലാണ് സ്റ്റൈലോഗ്ലോസസ്. പാലറ്റോഗ്ലോസസ് ഹെൽപ്സ് ഇൻ ദ അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് ദ ടങ് ആൻഡ് ഓൾസോ ഇറ്റ് ക്ലോസസ് ദി ഓറൽ cavity, and hyoglossus helps in the retraction of the tongue and also it depresses the tongue, and finally genioglossus is the safety muscle of tongue. അപ്പോൾ safety muscle of tongue ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, genioglossus. Next one, which endocrine gland secretes the hormone calcitonin? Simple ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതായത് ഏത് ഹോർമോൺ ആണ് കാൽസിറ്റോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്? അത് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അതായത് ഏതാണ്? ഓപ്ഷൻസ് വന്നിട്ടുള്ളത് പാൻക്രിയാസ് ഉണ്ട്, അതുപോലെ പീനിയൽ ഗ്ലാൻഡ് ഉണ്ട്, തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്, ആൻഡ് സുപ്രാറീനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് നമുക്ക് പറയാം അല്ലെ. സുപ്രാറീനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീനലിന്റെ, അതായത് റീനൽ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ദ കിഡ്നി. അപ്പൊ കിഡ്നിയുടെ സുപ്പീരിയർ പാർട്ടിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഗ്ലാൻഡ് എന്നുള്ള മീനിങ് ആണ്. സുപ്രാറീനൽ ഗ്ലാൻഡ് ഏതാണ്? അപ്പൊ ചിലപ്പോ അടുത്ത എക്സാമിന് ചോദിക്കുക സുപ്രാറീനൽ ഗ്ലാൻഡ് ഏതാന്നായിരിക്കും. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? എന്താണ്? അഡ്രീനൽ ഗ്ലാൻഡ് ആണ് സുപ്രാറീനൽ ഗ്ലാൻഡ്. സോ പാൻക്രിയാസ്, പീനിയൽ ഗ്ലാൻഡ്, തൈറോയിഡ് ആൻഡ് സുപ്രാറീനൽ ഗ്ലാൻഡ്. പാൻക്രിയാസ് എന്താണ്? നമുക്കറിയാം, പാൻക്രിയാസിനകത്ത് 3 സെൽസ് ഉണ്ട് അല്ലെ. ആൽഫ സെൽ, ബീറ്റ സെൽ ആൻഡ് ഡെൽറ്റ സെൽ. ഓക്കെ, സോറി, ഡെൽറ്റ സെൽ. ആൽഫ സെൽ ഏതാണ്? ആൽഫ സെൽ സെക്രീറ്റ്സ് ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ സെക്രീറ്റ് ചെയ്യുന്നതാണ് ആൽഫ സെൽ. ബീറ്റ സെൽ സെക്രീറ്റ്സ് ഇൻസുലിൻ ആൻഡ് ഡെൽറ്റ സെൽ സെക്രീറ്റ് സൊമാറ്റോസ്റ്റാറ്റിൻ. അപ്പൊ 3 ടൈപ്പ് ഹോർമോൺസ് ആണ് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നത്. പാൻക്രിയാസിന്റെ വേറൊരു ഇതെന്ന് വെച്ചാൽ പാൻക്രിയാസ് ഒരു ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് ആണ്. അതെ, അതായത് എക്സോക്രൈൻ പാർട്ടും ഉണ്ട്, എൻഡോക്രൈൻ പാർട്ടും ഉണ്ട്, മിക്സ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹെറ്ററോക്രൈൻ എന്ന് പറയുന്നത്. അതുപോലെ എക്സോക്രൈൻ എന്ന് പറഞ്ഞാൽ പാൻക്രിയാറ്റിക് ജ്യൂസസ്, അതായത് ധാരാളം ഡൈജസ്റ്റീവ് എൻസൈംസ് അടങ്ങിയിട്ടുള്ള പാൻക്രിയാറ്റിക് ജ്യൂസസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പാർട്ടാണ് തന്നെ എക്സോക്രൈൻ. അതുപോലെ ഇതിന്റെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിനകത്ത് കുറെ ടൈപ്പ് ഓഫ് സെൽസ് വരുന്നുണ്ട്. അപ്പോൾ അത് സെക്രീറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ് ഉണ്ട്. ഗ്ലൂക്കഗോൺ ഉണ്ട്, ഇൻസുലിൻ ഉണ്ട്, സൊമാറ്റോസ്റ്റാറ്റിൻ ഉണ്ട്. അതുകൊണ്ട് അതിനകത്ത് കാൽസിറ്റോണിൻ വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ തൈറോയിഡ്. തൈറോയിഡിനകത്ത്, അതായത് തൈറോയിഡ് മെയിൻ ആയിട്ട് 3 എണ്ണത്തിന് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് തൈറോയിഡ് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസ് ആണ് ടെട്രാഐഡോ തൈറോണിൻ ആൻഡ് ട്രൈഐഡോ തൈറോണിൻ, അതർവൈസ് T4 ഓർ T3. അതുപോലെ അതിനകത്ത് ഒരു സി ഫോളിക്കുലർ സെൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെൽസ് ഉണ്ട്. ഈ സി ഫോളിക്കുലർ സെൽസ് ഓഫ് ദി തൈറോയിഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഏത്? കാൽസിറ്റോണിൻ. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട ആൻസർ അവിടെ കിട്ടിയല്ലേ. കാൽസിറ്റോണിൻ ആണ് എന്ത്? നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന. പെട്ടെന്ന് ഓർക്കുമ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് ഏതാണ്? തൈറോയിഡ് നമ്മുടെ T4 ഉം T3 എന്നാണ് നമുക്ക് ഓർമ്മയിൽ വരുള്ളൂ. പക്ഷെ അതിന് സി ഫോളിക്കുലർ സെൽസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ദിസ് സി ഫോളിക്കുലർ സെൽസ് സെക്രീറ്റ്സ് ദിസ് ഹോർമോൺ ദാറ്റ് ഇസ് നോൺ ആസ് ദി കാൽസിറ്റോണിൻ. കാൽഷ്യം മെറ്റബോളിസിന്, കാൽഷ്യം ബാലൻസിന്, കാൽഷ്യം മെറ്റബോളിസത്തിന് അല്ലെങ്കിൽ കാൽഷ്യം ലെവലിനെ ബാലൻസ് ചെയ്യുന്ന 2 ഹോർമോൺസ് ആണ് പാരാതോർമോൺ ആൻഡ് ദിസ് കാൽസിറ്റോണിൻ. പാരാതൈറോയ്ഡ് ഹോർമോൺ, പാരാതോർമോൺ എന്ന് പറഞ്ഞാൽ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് കാൽസിറ്റോണിൻ ഇസ് എ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പോൾ ഓർത്തോ, കാൽഷ്യം റെഗുലേറ്റ് ചെയ്യാനുള്ള ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത് തൈറോയ്ഡ് ഹോർമോണും പാരാതൈറോയ്ഡ് ഹോർമോണും ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദിസ്. ദെൻ പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഏതാണ്? മെലാറ്റോണിൻ. സ്ലീപ്പിംഗ് ഹോർമോൺ അല്ലെ. സ്ലീപ്പ് വേക്ക് സൈക്കിളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. Then finally adrenal gland. Adrenal gland നമുക്കറിയാം മിക്കവാറും കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും മിനറലോകോർട്ടിക്കോയിഡ്സ് ഒക്കെയാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. സോ വിച്ച് എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ്സ് ഹോർമോൺ കാൽസിറ്റോണിൻ? പാൻക്രിയസ് അല്ല, പീനൽ ഗ്ലാൻഡ് അല്ല, സുപ്രാറീനൽ ഗ്ലാൻഡും അല്ല. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, തൈറോയിഡ്. സോ ദ ഗ്ലാൻഡ് വിച്ച് സെക്രീറ്റ്സ് ദ ഹോർമോൺ കാൽസിറ്റോണിൻ ഇസ് ഓപ്ഷൻ സി, തൈറോയിഡ് ഗ്ലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ലാർജസ്റ്റ് സെൽ എമംഗ് ദി വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ. വൈറ്റ് ബ്ലഡ് സെൽസിന്, സോ വൈറ്റ് ബ്ലഡ് സെൽസിന് പറയുന്ന വേറെ പേരെന്താണ്? നമുക്കറിയാം RBC റെഡ് ബ്ലഡ് സെൽ, WBC വൈറ്റ് ബ്ലഡ് സെൽ ആൻഡ് ഓൾസോ പ്ലേറ്റ്ലെറ്റ്സ് അല്ലെ. നമ്മൾ RBC പറയുന്നത് എറിത്രോസൈറ്റ്സ് എന്ന്. അപ്പൊ ഇത് ഇങ്ങനെ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കണക്ട് ചെയ്തിട്ട് അടുത്ത എക്സാമിന് ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. RBC പറയുന്ന വേറൊരു പേരാണ് എറിത്രോസൈറ്റ്സ്, WBC പറയുന്ന വേറൊരു പേരാണ് ലൂക്കോസൈറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സിന് പറയുന്ന വേറൊരു പേരാണ് ത്രോംബോസൈറ്റ്സ്. സോ വൈറ്റ് ബ്ലഡ് സെൽസിന് ചിലപ്പോൾ
ലൂക്കോസൈറ്റ്സ്. ഓക്കെ, രണ്ട് ടൈപ്പ് WBCs ഉണ്ട്, അതായത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഗ്രാനുലോസൈറ്റ്സും ഉണ്ട്, എഗ്രാനുലോസൈറ്റ്സും ഉണ്ട്. ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് എഗ്രാനുലോസൈറ്റ്സ്. ഗ്രാനുലോസൈറ്റ്സ് എന്ന് വെച്ചാൽ അതിനകത്ത് ഗ്രാനുവൽസ് ഉണ്ടായിരിക്കും, അതുപോലെ ന്യൂക്ലിയസ് എന്തായിരിക്കും? ലോബ്ഡ് ആയിരിക്കും. അതിനകത്ത് വരുന്ന ഗ്രാനുലോസൈറ്റ്സിനകത്ത് വരുന്നതാണ് എന്ത്? ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ ആൻഡ് ഫൈനലി ബേസോഫിൽ. ഓക്കെ, എഗ്രാനുലോസൈറ്റ്സിനകത്ത് വരുന്നതാണ് ലിംഫോസൈറ്റ് ആൻഡ് മോണോസൈറ്റ്. ലിംഫോസൈറ്റ് തന്നെ ബിയും ടിയും ഉണ്ട് അല്ലെ, ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. സോ ഇതാണ് അതിന്റെ ഓവറോൾ ക്ലാസിഫിക്കേഷൻ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരുന്നു, മോസ്റ്റ് അബണ്ടന്റ് സെൽ എമംഗ് ദി വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരുന്നു? ന്യൂട്രോഫിൽ. അബണ്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ അളവില് കാണപ്പെടുന്ന WBC ഏതാണ്? ന്യൂട്രോഫിൽ. ഫാഗോസൈറ്റോസിസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ന്യൂട്രോഫിൽ. സോ അബണ്ടന്റ് ആണ് എന്ത്? ന്യൂട്രോഫിൽ. ദെൻ ഈസ്നോഫിൽ കൂടുതലും അലർജിക് റിയാക്ഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈസ്നോഫിലും ബേസോഫിലൊക്കെ. അത് താരതമ്യേന അളവ് എന്തായിരിക്കും? കുറച്ചും കൂടി കുറവായിരിക്കും ബാക്കി WBCs വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പം ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് ഏതാണ്? മോണോസൈറ്റ് ആണ്, വിച്ച് ഈസ് എ ഗ്രാനുലോസൈറ്റ്. ഒരു എഗ്രാനുലോസൈറ്റ് ആണ്. മോണോസൈറ്റ് ആണ് എന്താ? ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വൈറ്റ് ബ്ലഡ് സെൽ, അല്ലെങ്കിൽ ലാർജസ്റ്റ് ലൂക്കോസൈറ്റ്. ലാർജസ്റ്റ് സെൽ among the leukocyte is monocytes. So answer is option B. Answer is option B. Next question. The hormones secreted by the cells of corpus luteum. Corpus luteum secrete ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? അപ്പോൾ ഓപ്ഷൻ അത് കുറെ ഉണ്ട്. അതായത് ഇത് കൂടുതലും ഫീമെയിൽ ബോഡി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈസ്ട്രജൻ, ലൂട്ടനൈസിംഗ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, പ്രൊജസ്ട്രോൺ എക്സെട്ര അല്ലെ. അപ്പൊ ഈസ്ട്രജൻ കൂടുതലും സെക്രീറ്റ് ചെയ്യുന്നതാണ്, ഫോളിക്കിൾസ് ആണ് കൂടുതലും ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്കറിയാം ഈ ഫോളിക്കിൾസ് പിന്നെ ഫർദർ മെൻസ്ട്രുവൽ സൈക്കിൾ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ സ്റ്റേജിലായിട്ട് ലാസ്റ്റ് വരുന്ന ഒരു റെമനന്റ്, ആ ഒരു ഫോളിക്കിളിന്റെ റെമനന്റ്, ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ റെമനന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കോർപ്പസ് ലൂട്ടിയം എന്ന് പറയാം. സോ കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? പ്രൊജസ്ട്രോൺ ആണ് കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ. FSHും ലൂട്ടനൈസിംഗ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും അല്ല, then the estrogen അല്ല, and finally the hormone which is secreted by the corpus luteum is the progesterone. Option D ആണ് അതിന്റെ ആൻസർ. The next one, 3 parts of brain stem. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അതായത് നമുക്കറിയാം, ഓൾറെഡി കുറച്ച് പാർട്സ് അറിയാം, എന്നാലും പോൺസ്, മെഡുല്ല, മിഡ് ബ്രെയിൻ, സെറിബെല്ലം, ഇങ്ങനെയുള്ള ടേംസ് നമ്മുടെ അത് തന്നെ ഇങ്ങനെ ഇരിക്കും അല്ലെ. അപ്പൊ ഓപ്ഷൻ എയിൽ വന്നേക്കുന്നത് സെറിബ്രം, പോൺസ് ആൻഡ് സെറിബെല്ലം. അതല്ല, നമുക്കത് അവോയ്ഡ് ചെയ്യാം, കാരണം സെറിബ്രം ഒരിക്കലും ബ്രെയിൻ സ്റ്റെമിന്റെ ഒരു പാർട്ട് ആവത്തില്ല അല്ലെ. സോ നമുക്കത് ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ ബി, പോൺസ്, മെഡുല്ല, സെറിബെല്ലം. ഇതിൽ പോൺസും മെഡുല്ലയും ഇല്ല, അപ്പൊ നമുക്കത് പോൺസ് ഉണ്ട്, സെറിബ്രം സെറിബെല്ലവും വരത്തില്ല ഏതായാലും അല്ലെ. പിന്നെ പോൺസ്, മെഡുല, സെറിബെല്ലം, പോൺസ്, മിഡ് ബ്രെയിൻ, സെറിബെല്ലം, മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല. അപ്പൊ ഇതാണ്. അപ്പൊ ഇത് ചിലപ്പോ കൺഫ്യൂസിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കും, പക്ഷെ ഡയറക്റ്റ് ആയിട്ട് അവർ ബ്രെയിന്റെ അനാറ്റമി ആ ഫിഗർ ഒക്കെ വെച്ച് കൺസിഡർ, അല്ലെങ്കിൽ അതൊക്കെ വെച്ചിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ടുള്ള ഒരാളാണെങ്കിൽ അധികം കൺഫ്യൂഷൻ വരത്തില്ല. കാരണം ഇതിന്റെ ആൻസർ എന്താണ്? നമുക്കറിയാം, മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല. അതാണ് ബ്രെയിൻ സ്റ്റെം. ഒരിക്കലും സെറിബെല്ലം ബ്രെയിൻ സ്റ്റെമിന്റെ പാർട്ട് അല്ല. ഫോർ ബ്രെയിൻ സെറിബ്രം വരും, സെറിബെല്ലം വരും. മെയിൻ ആയിട്ട് 3 പാർട്സ് ആണ്, സെറിബ്രം, സെറിബെല്ലം, മെഡുല. അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ സെറിബ്രം, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എന്താണ്? പോൺസ് വരും, മിഡ് ബ്രെയിൻ വരും, മെഡുലയും വരും. സെറിബെല്ലം ഒരിക്കലും വരില്ല. 2 ഓപ്ഷനിൽ 3 ഓപ്ഷനിൽ സെറിബെല്ലം വരുന്നുണ്ട്, പക്ഷെ പോൺസും എല്ലാത്തിലും വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പോൺസും മെഡുലയും വരുന്നുണ്ട്, പോൺസും മിഡ് ബ്രെയിനും വരുന്നുണ്ട്. ശരിക്കും പോൺസും മിഡ് ബ്രെയിനും മെഡുലയും വേണം. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആൻസർ. എന്താണ്? 3 parts of brainstem are option D, midbrain, pons and medulla. Okay, the next one, the type of anemia characterized by abnormally large cells of erythrocyte series caused by deficiency of vitamin B12 അല്ലെ. അയൺ ഡെഫിഷ്യൻസി അനീമിയ അല്ല.
അല്ലെ നമുക്കറിയാം അത് എന്തിന്റെ ഡെഫിഷ്യൻസി, അയണിന്റെ ടേമിൽ തന്നെ ഉണ്ട് അല്ലെ. ഇനി സിക്കിൾ സെൽ അനീമിയ അല്ല, അത് അബ്നോർമലി ലാർജ് സെൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു RBCയുടെ ഷേപ്പ് എന്തായിട്ട് മാറും, ഒരു സിക്കിൾ, ഒരു ലൈക്ക് ഇങ്ങനെ അരിവാള് പോലുള്ള ഒരു ഷേപ്പ് ആയിട്ട് മാറും. അതാണ് സിക്കിൾ സെൽ അനീമിയ. ഹീമോഫീലിയ അല്ല, നമുക്കറിയാം അതൊരു ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ ലൈക്ക് ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താണ്, ഹെറിഡിറ്ററി അല്ലെ, അങ്ങനത്തെ ഒരു ഡിസോർഡർ ആണ് ഹീമോഫീലിയ. ബാക്കി റിമൈനിങ് വരുന്ന ഏതാണ്, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പൊ ആ ടേമിൽ തന്നെ എന്താണ്, ലാർജ് സെൽ, അബ്നോർമലി ലാർജ് സെൽ ഓഫ് എറിത്രോസൈറ്റ് വരുന്നുണ്ട്. ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B12. വൈറ്റമിൻ B12 അല്ലെങ്കിൽ സയനോകോബാലമിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന ഒരു അനീമിയാണ് എന്ത്, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. സോ ഇപ്പൊ ഓപ്ഷനിൽ പെർണീഷ്യസ് അനീമിയ കൂടി വന്നതെങ്കിൽ നമുക്ക് കുറച്ച് ഡൗട്ട് വന്നേനെ. അപ്പൊ പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ വേറൊരു കണക്ഷനും കൂടി തന്നിട്ടുണ്ട് അവര്, അല്ലെങ്കിൽ ഒരു ക്ലൂവും കൂടി തന്നിട്ടുണ്ട്. എന്താണ്, അബ്നോർമലി ലാർജ് സെൽ ഓഫ് എറിത്രോസൈറ്റിനും കൂടി പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. സോ ദ ടൈപ്പ് ഓഫ് അനീമിയ which is characterized by abnormally large cell of erythrocyte series caused by deficiency of vitamin B12 എന്താണ്, ഓപ്ഷൻ ബി, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. The next one, the potential difference between the dispersion medium and the stationary layer of fluid attached to the dispersed particle is option A, Stern potential, option B, Zeta potential, option C, Nernst potential, and option D, none of the above. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലിക്വിഡിന്റെ ബൾക്ക് ഓഫ് ദി ലിക്വിഡും അതുപോലെ അതിന്റെ സർഫസും, ആ ഒരു ഫ്ലൂയിഡിന്റെ സർഫസും തമ്മിലുള്ള അതിനിടയ്ക്കുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റേൺ പൊട്ടൻഷ്യൽ എന്ന് പറയാം. ബൾക്ക് ഓഫ് ലിക്വിഡ് ആൻഡ് ദി സ്റ്റേഷനറി സർഫസ് ഓഫ് ഫ്ലൂയിഡ്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതാണെങ്കിൽ ഈ ഒരു this is a beaker consisting of ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അതിന്റെ ആ ഒരു ബൾക്കും അതിന്റെ ഒരു സർഫസിന്റെയും ഇടയ്ക്ക് വരുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്, സ്റ്റേൺ പൊട്ടൻഷ്യൽ എന്നാണ്. ക്വസ്റ്റ്യൻ എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഡിസ്പേർഷൻ മീഡിയം ആൻഡ് ദി സ്റ്റേഷനറി ലെയർ ഓഫ് ഫ്ലൂയിഡ് അറ്റാച്ച്ഡ് ടു ദ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ. കുറച്ച് കൺഫ്യൂഷൻ വരാം, ഇതാണോ എന്നുള്ളത്. അപ്പം കറക്റ്റ് ഡെഫിനിഷൻ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ദിസ് ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബൾക്ക് ഓഫ് ദ ലിക്വിഡ് ആൻഡ് ദ സർഫസ് ഓഫ് ദ ലിക്വിഡ്, ആൻഡ് സീറ്റ പൊട്ടൻഷ്യൽ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് between dispersion medium and the stationary layer of fluid attached to dispersed particle. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, സീറ്റ പൊട്ടൻഷ്യൽ ആണ് അതിന്റെ ആൻസർ. സോ ഓപ്ഷൻ ബി, സീറ്റ പൊട്ടൻഷ്യൽ. Next question, how many grams of 6% and 10% salicylic acid ointment are to be mixed to make 4 gram of 8% salicylic acid ointment? നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, ഏത് മെത്തേഡ് ആണ്, അലിഗേഷൻ മെത്തേഡ് ആണ് അല്ലെ. അലിഗേഷൻ മെത്തേഡ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 1:1 റേഷ്യോ കിട്ടും. അപ്പൊ രണ്ടും ഈക്വൽ എമൗണ്ടിൽ എടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യുന്നു, 4 grams of 8% സാലിസിലിക് ആസിഡ് ഓയിൽമെന്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 10 - 8 8 - 6 10 - 8ഉം പിന്നെ അതുപോലെ 8 - 6ഉം 2 അതായത് ഒരു 1:1 റേഷ്യോ വരും. അപ്പൊ ഇതിലൊരു 1:1 റേഷ്യോ കണക്കിൽ വരുന്നത് ആകെ ഇതാണ്, അതായത് 2 gram of 6% and 2 gram of 10% ഓയിൽമെന്റ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. അലിഗേഷൻ മെത്തേഡ് വഴിയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ആണ്. അപ്പൊ 6%ഉം 10% ഓയിൽമെന്റിനെയും 2% എടുത്തിട്ട് 10%ന്റെയും 6%ന്റെയും 2 gram വെച്ച് എടുത്താലാണ് നമുക്ക് 4 ഗ്രാമിന്റെ 8% ഓയിൽമെന്റ് സാലിസിലിക് ആസിഡ് ഓയിൽമെന്റ് കിട്ടുള്ളൂ. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. Next one, which one among the following hard gelatin capsule size have the largest capacity? Capacity ആണല്ലോ ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കപ്പാസിറ്റി ആണ്, സൈസ് അല്ല അല്ലെ. അപ്പൊ നമുക്കറിയാം ഏറ്റവും സ്മോളസ്റ്റ് സൈസ് ഏതാണ്, ലാർജസ്റ്റ് സൈസ് ഏതാണ്,
സൈസ് ഇതാണ് അല്ലെ, 000 വരുന്നത് ലാർജസ്റ്റ് സൈസ് വരുന്ന ക്യാപ്സ്യൂൾ സൈസ്. ഇനി വിച്ച് വൺ among the following hard gelatin capsule size have the largest capacity? അപ്പൊ ഏറ്റവും കുറവ് കപ്പാസിറ്റി ഏതായിരിക്കും? 3 ആയിരിക്കും അല്ലെ. ലാർജസ്റ്റ് കപ്പാസിറ്റി ഏതിനായിരിക്കും? 0ക്കാണ് ലാർജ് കപ്പാസിറ്റി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണത്. അതിപ്പോ എനിക്ക് തോന്നുന്നു എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവണം. ക്യാപ്സ്യൂളിന്റെ ചാപ്റ്ററിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ 0. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. Then in fluid mechanics, if the Reynolds number exceeds 4000, the flow is considered as 4000. അതായത് Reynolds number is greater than 4000. ഏത് ടൈപ്പ് ഓഫ് ഫ്ലോ ആണ്? ഓപ്ഷൻ എ ലാമിനാർ ഫ്ലോ, ഓപ്ഷൻ ബി ട്രാൻസിഷൻ ഫ്ലോ, ഓപ്ഷൻ സി ടർബുലന്റ് ഫ്ലോ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ടർബുലന്റ് ഫ്ലോ. അപ്പോ ഓർത്തു വെക്കുക, Reynolds number is greater than 4000 ആണെങ്കിൽ എന്ത് ഫ്ലോ ആണ്? ആൻസർ ഇസ് turbulent flow. Turbulent flow. Option C ആണ് ആൻസർ. The Reynolds number is greater than 4000, then flow എങ്ങനത്തെ ഫ്ലോ ആയിരിക്കും? turbulent flow ആണ് അതിന്റെ ആൻസർ വരിക. Next one, in fluid, so answer option C, turbulent flow. അടുത്തത് the sieve number in which all particles of fine powders must pass through. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏത് സിവി കൂടിയാണ് മിക്കവാറും എല്ലാ ഫൈൻ സൈസ്ഡ് പാർട്ടിക്കിൾസും പാസ് ചെയ്ത് പോവുക? ഓപ്ഷൻ എ 22, ഓപ്ഷൻ ബി 44, 10 and 85. നമുക്കറിയാം കോഴ്സ്, മോഡറേറ്റ്ലി കോഴ്സ്, മോഡറേറ്റ്ലി ഫൈൻ, ഫൈൻ, വെരി ഫൈൻ അല്ലെ. അപ്പോൾ ആ ഒരു ഓർഡറിലാണ്. അപ്പൊ 22, 10, 22, 44, 85, 120 രീതിയിൽ വരും. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഫൈൻ പാർട്ടിക്കിൾസ് വരുന്നത് 85 നമ്പർ സീവ് നമ്പർ 85 കൂടിയാണ് പാസ് ചെയ്യുക. The sieve number in which all particles of fine powders must pass through, option D 85. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. Then in size reduction, the mechanism of combined impact and attrition is used. അതായത് ഇമ്പാക്ട് പ്ലസ് അട്രീഷൻ മെക്കാനിസം വരുന്ന ടൈപ്പ് ഓഫ് മിൽ ഏതാണെന്ന് അല്ലെ. സോ ഈ ഇമ്പാക്ട് ആൻഡ് അട്രീഷൻ വരുന്ന വേറൊരു മില്ല് കൂടി ഉണ്ട്. അത് ഓപ്ഷനിൽ ഇല്ല. ഏതാണ്? ബോൾ മിൽ. ഇമ്പാക്ട് പ്ലസ് അട്രീഷൻ. ബോൾ മിൽ ആൻഡ് ബോൾ മിൽ ആൻഡ് ഫ്ലൂയിഡ് എനർജി മില്ലാണ് വരിക. ഹാമർ മില്ലിൽ ഇമ്പാക്ട് മാത്രമാണ് വരിക. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഫ്ലൂയിഡ് എനർജി മില്ലാണ്. കമ്പൈൻഡ് ഇമ്പാക്റ്റും അട്രീഷനും ഒന്നിച്ച് യൂസ് ചെയ്യുന്ന ആ മെക്കാനിസം ഒന്നിച്ച് വരുന്നത് ഏതിനകത്താണ്? ആൻസർ ഇസ് ഓപ്ഷൻ ബി ഫ്ലൂയിഡ് എനർജി മിൽ. ഓക്കെ, next question, the time in minutes required to reduce the number of viable microorganisms by 90% through a sterilization process is known as. അതില് Z value എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് Z വാല്യൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടൈം ആണ്. ടെമ്പറേച്ചർ ആയിരുന്നെങ്കിൽ ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. ടൈം ഇൻ മിനിറ്റ്സ് റിക്വയർഡ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് വയബിൾ മൈക്രോ ഓർഗാനിസം. അതായത് ലിവിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് 90% ആയിട്ട് ആ നമ്പർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ടൈം എടുക്കും എന്നുള്ളത് സ്റ്റെറിലൈസേഷൻ പ്രോസസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഇസ് D value. So D value is the time in minutes required to reduce the number of viable microorganisms by 90% through a sterilization process. Next one, the pharmacopoeial limit of disintegration time for an effervescent tablet. Option A 15 minutes, 30 minutes, 5 minutes and 3 minutes. അതായത് എടുത്ത് ചോദിച്ചിട്ടുണ്ട് the pharmacopoeial limit of disintegration time of an effervescent tablet. It varies from USP, IP, BP. ഓരോന്നിലും ഓരോ ടൈമാണ്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അതായത് USP അനുസരിച്ചിട്ട് ഈ ഡിസിൻറ്റഗ്രേഷൻ ടൈം ലെസ് ദാൻ 3 minutes ആണ്. ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ആയിട്ട് ഒരു കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് 3 minutes ആണോ 5 minutes ആണോ,
അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാത്തപ്പോൾ നമ്മൾ എന്ത് എഴുതാണ് അല്ലെ. അപ്പൊ ഇത് ചിലപ്പോൾ ചിലർക്ക് തെറ്റിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ചിലർക്ക് കറക്റ്റ് ആയിട്ടുണ്ടാവാം. 3 minutes ലെസ് ദാൻ 3 minutes വരുന്നത് ആസ് പെർ USP. ആസ് പെർ IP the time is 5 minutes ആണ് disintegration time for an effervescent tablet. Okay, so answer is option C, 5 minutes. Next question, if the blood cells are in contact with hypertonic solution, cell wall may. നമ്മളൊരു ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ നമ്മളൊരു ബ്ലഡ് സെല്ലിനെ വെക്കുകയാണെങ്കിൽ ഹൈപ്പർടോണിക് ആണ്. അപ്പൊ ആ സെല്ലിനകത്തുള്ള കണ്ടന്റ്സ് എന്താണ്, പുറത്തേക്കാണ് വരിക. ഹൈപ്പർടോണിക് പുറത്താണ് എന്ത്, കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലായിട്ടുള്ളത് അല്ലെ. ലോവർ അകത്ത് കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലായിട്ടുള്ളത് പുറത്തെ സൊല്യൂഷനിലാണ്. സോ സെൽ വോൾ ഷ്രിങ്ക് ചെയ്യാനുള്ള ചാൻസ് ആണ് ഉണ്ടാവുക. ഹൈപ്പോട്ടോണിക്കിലാണെങ്കിൽ ഇവിടെ നിന്ന് ഉള്ളിലോട്ട് കയറും. ദെൻ ദ സെൽ മേ സ്വെൽ. പക്ഷെ ഐസോട്ടോണിക്കിലാണ് വെക്കണമെങ്കിൽ വിൽ റിട്ടൈൻ ഇറ്റ് സ്റ്റോൺ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ് വരിക. ദ ബ്ലഡ് സെൽ ഇഫ് വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ കോൺടാക്ട് വിത്ത് ഹൈപ്പർടോണിക് സൊല്യൂഷൻ, cell wall may shrink. Option A ആണ് അതിന്റെ ആൻസർ. The time dependent dilatant behavior is known as time dependent dilatant behavior. Answer ഓപ്ഷനിൽ റിയോപെക്സി, സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലോ, ന്യൂട്ടോണിയൻ ഫ്ലോ ആൻഡ് പ്ലാസ്റ്റിക് ഫ്ലോ. ആൻസർ എന്താണ്, ഓപ്ഷൻ എ റിയോപെക്സി ആണ് ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഡൈലേറ്റന്റ് ബിഹേവിയർ. ടൈം ഡിപ്പെൻഡന്റ് ഡൈലേറ്റന്റ് ബിഹേവിയർ is known as റിയോപെക്സി. That is option A. അടുത്തത്, mention the drug which is structurally related to dopamine and has a selective beta-1 receptor agonistic action, particularly useful in chronic congestive heart failure. 3 questions ആണ്, അല്ലെങ്കിൽ 3 കാറ്റഗറീസ് ആ ക്വസ്റ്റിനിൽ തന്നെ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഡോപ്പമിൻ ആയിട്ട് സ്ട്രക്ചറൽ റിസംബ്ലൻസ് ഉള്ള ഡ്രഗ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് നമുക്ക് തരാൻ പറ്റുന്ന ഒരു ഹിന്റ് ആണത്. ഫസ്റ്റ് ഹിന്റ് എന്താണ്, ഡോപ്പമിൻ ആയിട്ട് സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉള്ള ഡ്രഗ്. സെക്കൻഡ് വൺ എന്താണ്, സെലക്റ്റീവ് ബീറ്റ-1 അഗോണിസ്റ്റ് ആണ്, സെലക്റ്റീവ് ആണ്, ബീറ്റ-1 റിസപ്റ്റർ അഗോണിസ്റ്റിക് ഡ്രഗ് ആണ്. ആൻഡ് ഫൈനലി മൂന്നാമത്തെ എന്താണ്, CCF കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന് യൂസ് ചെയ്യുന്നുണ്ട്. സോ 3 എണ്ണം വരുന്നുണ്ട്. 3 ക്വസ്റ്റ്യനിൽ 3 ഹിന്റ്സ് അവർ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഡോപ്പമിൻ ആയിട്ട് സ്ട്രക്ചറലി സിമിലാരിറ്റി ഉള്ളത്. സെക്കൻഡ് വൺ സെലക്റ്റീവ് ബീറ്റ-1 അഗോണിസ്റ്റ് ആണ്. ആൻഡ് ഫൈനലി കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന് യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ എന്തൊക്കെയാണ്, ഫെനോൾ ഡോപ്പാം, ഡിലോക്സെറ്റിൻ, ഡോബ്യൂട്ടമിൻ ആൻഡ് ഡോർസലമൈഡ്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കത്താല്ലേ, ഡോപ്പമിൻ ആയിട്ട് സ്ട്രക്ചറൽ സിമിലാരിറ്റി വരുന്ന ഡ്രഗ് ഏതായിരിക്കും ഇതില്, ഡോബ്യൂട്ടമിൻ തന്നെയാണ്. സോ ഡോബ്യൂട്ടമിൻ ആണ് അതിന്റെ ആൻസർ. അധികം കൺഫ്യൂഷന്റെ കേസ് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ദ സ്ട്രക്ചറലി സിമിലർ ഡ്രഗ് വിച്ച് ഈസ് ഹാവിംഗ് എ സെലക്റ്റീവ് ബീറ്റ-1 agonistic action is used in chronic congestive heart failure is nothing but option C, ഡോബ്യൂട്ടമിൻ ആണ് അതിന്റെ ആൻസർ. ഓക്കെ, next one, anticholinergic agent used in urinary incontinence, frequency, urgency and dysuria associated with lower urinary tract infection. അതായത് lower urinary tract infection ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള dysuria, അതായത് difficulty in urination, പിന്നെ urgency and frequency, ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, urinary incontinence. അപ്പൊ ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആന്റികോളിനർജിക് ഏജന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫ്ലാവോക്സൈഡ്, ഓപ്ഷൻ ബി ഡ്രോട്ടാവെറിൻ, ഓപ്ഷൻ സി ഡൈസൈക്ലോമിൻ ആൻഡ് ഓപ്ഷൻ ഡി പൈറൻസിപ്പിൻ. സോ ഇത് എനിക്കറിയില്ല ക്വസ്റ്റ്യൻ എങ്ങനെ എല്ലാവർക്കും ഒരേപോലെ ഫീൽ ചെയ്യണമെന്നില്ലല്ലോ. സോ ഇതിന്റെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, ഫ്ലാവോക്സൈഡ് ആണ് ദ ഓൺലി ആന്റികോളിനർജിക് ഏജന്റ് വിച്ച് ഇസ് യൂസ്ഡ് വിത്ത് ദി ഡിഫിക്കൽട്ടീസ് ഇൻ ദിസ് യൂറിനേഷൻ അല്ലെങ്കിൽ യൂറിനേഷൻ പ്രോബ്ലം വിച്ച് ഇസ് ഫൈനലി അസോസിയേറ്റഡ് വിത്ത് എ ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ആൻസർ ഇസ് ഓപ്ഷൻ എ, ഫ്ലാവോക്സൈഡ് ആണ് അതിന്റെ ആൻസർ വരിക. So the option A ആണ് അതിന്റെ ആൻസർ. ഇപ്പൊ ഫ്ലാവോക്സൈറ്റ് ആണ്, ഓർത്ത് വെക്കുക, ഫ്ലാവോക്സൈറ്റ് ആണ് ഇറ്റ്സ് ആന്റികോളിനർജിക് ഏജന്റ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ യൂറിനറി ഇൻകണ്ടിനൻസ്, ഫ്രീക്വൻസി, അർജൻസി, അതുപോലെ യൂറിനറി ഡിസ്യൂറിയ അസോസിയേറ്റഡ് വിത്ത് ലോവർ UTI. ഏതാണ് ഡ്രഗ്, ഫ്ലാവോക്സൈറ്റ്. ഓപ്ഷൻ എ ഒരു ആന്റികോളിനർജിക് ഡ്രഗ് ആണ്. The name of 5-HT1 receptor partial agonist having anti-anxiety effect, അതായത് സെറോട്ടോണിൻ റിസപ്റ്റർ അഗോണിസ്റ്റ് ആണ് 5-HT1A partial agonist എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. serotonin receptor agonist, that is the 5-HT1A receptor partial agonist having anti-anxiety effect. Option A bupropion, option B loxapine, option C doxapine and buspirone. അതായത് ഡോക്സപ്പിൻ അതുപോലെ ലോക്സപ്പിൻ somewhat antipsychotics and antidepressant കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സ് ആണ്. ബുസ്പിറോൺ ആണ് ഇതിന്റെ ആൻസർ. എന്താണ്, the partial serotonin receptor 5-HT1A receptor partial agonist having anti-anxiety effect is option D, buspirone. Okay, next question.
Venlafaxine, an antidepressant drug, act by option A, inhibit the uptake of serotonin and dopamine. Option B, inhibit the uptake of serotonin and noradrenaline. Option C, selective inhibitor of 5-HT, that is a serotonin selective inhibitor, a selective serotonin reuptake inhibitor. And finally, inhibit monoamino oxidase inhibitors, MAO inhibitors. So the answer നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് venlafaxine is nothing but it belongs to the category option B. It inhibit the uptake of serotonin and noradrenaline. Noradrenaline serotonin reuptake and inhibit ചെയ്യുന്ന drug ആണ് venlafaxine. So option is answer B. The next one, a narcotic analgesic synthetic analog of codeine devoid of drug dependence or tolerance. അതായത് എന്താണ് അതിനെ കുറച്ച് ഹിൻസ് ഉണ്ട്. അതൊരു നാർക്കോട്ടിക് അനാൽജസിക് ആണ്. ഓക്കെ, ദ ഡ്രഗ് ഇസ് എ നാർക്കോട്ടിക് അനാൽജസിക്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് ഇസ് എ സിന്തറ്റിക് അനലോഗ് ഓഫ് കൊഡീൻ. കൊഡീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗിന്റെ ഒരു സിന്തറ്റിക് ഡെറിവേറ്റീവ് ആണ്. ആൻഡ് ഫൈനലി ദ മെയിൻ ഹിന്റ്, ഇറ്റ് ഈസ് ഡിവോയ്ഡ് ഓഫ് ദിറ്റ് ലാക്സ് ഡ്രഗ് ഡിപെൻഡൻസ് ഓർ ടോളറൻസ്. അതായത് എന്താണ് ഡ്രഗ് ഡിപെൻഡൻസും ടോളറൻസും വരുന്നില്ല ഡ്രഗിന്. അപ്പൊ അതിൽ ഓപ്ഷൻസ് വരുന്നത് നിഫോപാം, റെമിഫെന്റാനിൽ, ഡൈഫെനോക്സിലേറ്റ് ആൻഡ് ട്രമഡോൾ. നമുക്കറിയാം കോമൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പെയിനൊക്കെ നമ്മൾ പോകുന്ന ഒരു ഇന്റൻസീവ് ഡ്രഗ് ആണല്ലേ ട്രമഡോൾ. സോ ഡിപ്പെൻഡൻസും ടോളറൻസും വരും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നമുക്കത് വേണം എന്നുള്ള ഒരു ഫിസിയോളജിക്കൽ ഡിപ്പെൻഡൻസിലേക്കോ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകുന്നില്ല. സോ അങ്ങനെ വരുന്ന ഏക ഡ്രഗ് ട്രമഡോൾ ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇപ്പൊ 3 ഹിന്റും കറക്റ്റ് ആയിട്ട് വരുന്ന ഡ്രഗ് ആയിരുന്നു. നാർക്കോട്ടിക് അനാൽജസിക് ആയിരിക്കണം, കൊഡീന്റെ ഒരു സിന്തറ്റിക് ഡെറിവേറ്റീവ് ആയിരിക്കണം, ആൻഡ് ഫൈനലി ഇറ്റ് മസ്റ്റ് ലാക്ക് ഡ്രഗ് ഡിപ്പെൻഡൻസും ടോളറൻസും അത് കാണിക്കാൻ പാടില്ല. അപ്പൊ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഇസ് സി, that is tramadol. Next one, danzol is option A, anti-gonadotropic agent, option B, anti-estrogenic drug, option C, anabolic steroid, and option D, anti-androgenic compound. അപ്പൊ ഏതാണ് ഇതിന്റെ ആൻസർ? ഡാൻസോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആന്റി ഗൊണാഡോട്രോപിക് ഏജന്റ് ആണ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. ദ നെക്സ്റ്റ് വൺ, ഡാൻസോൾ ഇസ് ആന്റി ഗൊണാഡോട്രോപിക് ഏജന്റ്. Which one inhibit leukotriene synthesis? അതായത് ഈ ഒരു ക്വസ്റ്റിന് ചിലപ്പോൾ ഡൗട്ട് വന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അതായത് മോണ്ടി ലൂക്കാസ്, സഫി ലൂക്കാസ് ഇതെല്ലാം എന്താണ്? LT4 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ് അല്ലെ, ലൂക്കോട്രൈൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റിനും എന്താണ് ഏകദേശം ലൂക്കോട്രൈൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ലൂക്കോട്രൈൻ സിന്തസിസ് ഇൻഹിബിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആൻസർ എന്താണ്? സെല്യൂട്ടൺ ആണ് അതിന്റെ ആൻസർ. മോണ്ടി ലൂക്കാസ് LT4 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് ലൂക്കോട്രൈൻ സിന്തസിസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നില്ലെങ്കിലും ബട്ട് ഇറ്റ് ഇൻഹിബിറ്റ്സ് എന്താണ്? റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഈ എയും സിയും തമ്മിൽ തിരിഞ്ഞു പോയിട്ടുള്ള കുറെ പേരുണ്ടാവും. പിന്നെ മാസ്റ്റർ സെൽ സ്റ്റെബിലൈസേഴ്സ് കുറെ നമുക്കറിയാം അലർജിക് അല്ലെങ്കിൽ ആസ്മാറ്റിക് റെസ്പിറേറ്ററി ട്രാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഡ്രഗ്സിലെ കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സ് തന്നെയാണ്. പിന്നെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, സില്യൂട്ടോൺ ആണ് അതിന്റെ ആൻസർ. മോണ്ടി ലൂക്കാസ് എഴുതി തെറ്റിപ്പോയിട്ടുള്ളവരുണ്ടാവും, സാരമില്ല, ഇറ്റ്സ് ഫൈൻ. നെക്സ്റ്റ് ടൈം ഓർക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടും അല്ല ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു ഈസി മോഡിലേക്ക് എക്സാം പോകാണ്ട് ഒരു ആവറേജ് മോഡിൽ എത്തിയത്. സോ വിച്ച് വൺ ഇൻഹിബിറ്റ് ലൂക്കോട്രൈൻ സിന്തസിസിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, മോണ്ടി ലൂക്കാസ് ഇസ് LT4 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്. ഓക്കെ, The next question, mention one inhalational steroid used in asthma. അത് ഓപ്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. കാരണം കൂടുതലും ഇൻഹേലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരും അറ്റ്ലീസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിലും ഉണ്ടാവും. കൂടുതൽ ഡെഫ്ലസോകോൺ, മീഥൈൽ പ്രെഡ്നിസോൺ, ബ്യൂട്ടിസോണൈഡ്, ബെറ്റാമെത്തസോൺ. എന്താണ് അതിന്റെ ആൻസർ? ബ്യൂട്ടിസോണൈഡ് അല്ലെ. ബ്യൂട്ടിക്കോട്ട് ഒക്കെ കണ്ടിട്ട് കുറെ നമ്മളെ ടൈപ്പ് ഓഫ് ഇൻഹേലേഴ്സ് കണ്ടിട്ടുണ്ട്. ലൈക്ക് അസ്താലിൻ ഉണ്ട്, ബ്യൂട്ടിക്കോട്ട് ഉണ്ട്, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ബ്യൂട്ടിസോണൈഡ് ആണ് ഇൻഹലേഷണൽ steroid used in asthma. So answer is option B. The inhalational steroid used in asthma is option B, that is the budesonide. Next one, Cilastatin എന്താണ്? ഓപ്ഷൻ എ റിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ഓഫ് ഡീഹൈഡ്രോപെപ്റ്റിഡേസ്, ഓപ്ഷൻ ബി ഇറവേഴ്സിബിൾ ഇൻഹിബിറ്റർ ഓഫ് ഡീഹൈഡ്രോപെപ്റ്റിഡേസ്, ഓപ്ഷൻ സി റിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ഓഫ് ബീറ്റാ ലാക്ടമേസ്, ആൻഡ് ഓപ്ഷൻ ഡി ഇറവേഴ്സിബിൾ ഇൻഹിബിറ്റർ ഓഫ് ബീറ്റാ ലാക്ടമേസ്. ഡീഹൈഡ്രോപെപ്റ്റിഡേസിന്റെ ഇൻഹിബിറ്റർ ആണ് സിലാസ്റ്റാറ്റിൻ. ഡീഹൈഡ്രോപെപ്റ്റിഡേസ് ഇൻഹിബിറ്ററിന്റെ റിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ആ കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ് ആണ് സിലാസ്റ്റാറ്റിൻ. സോ അത് മറക്കരുത്. ഇനി ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. കാരണം ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കാൻ റിവേഴ്സിബിൾ ആണ് നമുക്ക് പെട്ടെന്ന് ഡൗട്ട് വരും അല്ലെ. So cilastatin is an reversible inhibitor of dehydropeptidase. Dehydropeptidase ഒരു reversible inhibitor ആണ് cilastatin. Next one, a fibrinolytic with fibrin non-specific direct plasminogen activator activity. ഇപ്പൊ എന്തൊക്കെ വരുന്നുണ്ട്? ഫൈബ്രിനോലൈറ്റിക് ആണ്, but with fibrin non-specific
direct plasminogen activator activity. Option A streptokinase, option B altiplase, option C thromboplastin and option D urokinase. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? അതൊരു ഫൈബ്രിനോലൈറ്റിക് ആണ്. അതുപോലെ എന്താണ് പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. പിന്നെ നോൺ സ്പെസിഫിക് ഫൈബ്രിൻ നോൺ സ്പെസിഫിക് അല്ല. എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി യൂറോകൈനേസ് ആണ് അതിന്റെ ആൻസർ വരിക. നെക്സ്റ്റ് വൺ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി യൂറോകൈനേസ്. റിഫാംപിസിൻ ആക്ട് ബൈ ഒരു ആന്റി ടി ബി ഡ്രഗ് ആണ് അല്ലെ റിഫാംപിസിൻ. സോ ഇൻഹിബിറ്റിംഗ് RNA ഡിപെൻഡന്റ് DNA പോളിമറൈസ്, സ്റ്റിമുലേറ്റിംഗ് RNA ഡിപെൻഡന്റ് DNA പോളിമറൈസ്, ഇൻഹിബിറ്റിംഗ് DNA ഡിപെൻഡന്റ് RNA പോളിമറൈസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് DNA ഡിപെൻഡന്റ് RNA പോളിമറൈസ് അല്ലെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. റിഫാംപിസിൻ ആക്ട് ചെയ്യുന്നത് DNA ഡിപെൻഡന്റ് RNA പോളിമറൈസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി option is answer C, inhibiting dependent DNA dependent RNA polymerase ആണ് അതിന്റെ ആൻസർ. Okay, the next one, pyrimidine anti-metabolite having antifungal action. Option A griseofulvin, flucytosine, miconazole and capsofungin. നമുക്കറിയാം griseofulvin, miconazole, capsofungin അല്ലല്ലേ, ഒരു pyrimidine anti-metabolite, pyrimidine ring, പ്യൂരിൻ pyrimidine എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. pyrimidine anti-metabolite having antifungal action അത് വരുന്നത് ഒരു ഡ്രഗ് ഫ്ലൂസൈറ്റോസിൻ ആണ്. സൈറ്റോസിൻ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, ആ പേരിൽ തന്നെ അതിന്റെ ആൻസർ കിടപ്പുണ്ട്. സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് ശരിയാക്കിയിട്ടുണ്ടാവണം എല്ലാവരും മെജോറിറ്റി. സോ ദ pyrimidine anti-metabolite having antifungal action is the answer is flucytosine. Option B ആണ് അതിന്റെ ആൻസർ. Next one, atazanavir is a no-nucleoside reverse transcriptase inhibitor, nucleoside reverse transcriptase inhibitor, retroviral protease inhibitor and integrase inhibitor. ചിലപ്പോൾ നമുക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടാകും കുറച്ചു പേർക്കെങ്കിലും സി ആണോ ഡി ആണോ. ഇന്റഗ്രേസ് ഇൻഹിബിറ്റേഴ്സിനും ഇങ്ങനെ തന്നെ ലൈക്ക് റൈമിംഗ് വരുന്ന 2-3 ഡ്രഗ്സ് വരുന്നുണ്ട്. സോ ഇന്റഗ്രേസ് ആണോ പ്രോട്ടീസ് ആണോ ഡൗട്ട് വന്നിട്ടുണ്ടാവും. സോ ആൻസർ ഇസ് റിട്രോവൈറൽ പ്രോട്ടീസ് ഇൻഹിബിറ്റർ ആണ്. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. atazanavir is belongs to retroviral protease inhibitor category. So option C ആണ് അതിന്റെ ആൻസർ. ഒന്നുകൂടി പറയാം, നോൺ ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റർ അല്ല, ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റർ അല്ല, ഇന്റഗ്രേസ് ഇൻഹിബിറ്ററും അല്ല, ബട്ട് ഇറ്റ് ബിലോങ്സ് ടു റിട്രോവൈറൽ പ്രോട്ടീസ് ഇൻഹിബിറ്റർ കാറ്റഗറി ഓഫ് ഡ്രഗ്സ്. സോ atazanavir എന്താണ്? പ്രോട്ടീസ് ഇൻഹിബിറ്റർ ആണ് കേട്ടോ. Then which drug is used for the casual prophylaxis of all species of malaria? നമുക്കറിയാം മലേറിയ കോസ് ചെയ്യുന്ന കുറെ ടൈപ്പ് ഓഫ് സ്പീഷീസ് ഉണ്ട് അല്ലെ. പ്ലാസ്മോഡിയം വിവാക്സ് വരുന്നുണ്ട്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം ഓവെയിൽ, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് സ്പീഷീസ് വരുന്നുണ്ട് ആ ഒരു പ്രോട്ടോസോമൻ വിഭാഗത്തിൽ തന്നെ അല്ലെ. സോ അതിനകത്ത് എല്ലാ സ്പീഷീസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ എന്താണ്? ക്ലോറോക്വിൻ, ഓപ്ഷൻ ബി മെഫ്ലോക്വിൻ, ഓപ്ഷൻ സി പ്രൊഗ്വാനിൽ ആൻഡ് ഓപ്ഷൻ ഡി പ്രിമാക്വിൻ. സോ ക്ലോറോക്വിൻ അല്ല, സെലക്റ്റീവ് ആയിട്ടുള്ള 2-3 സ്പീഷീസിനാണ് അല്ലെ ക്ലോറോക്വിൻ പ്രോഗ്യാനിലൊക്കെ യൂസ് ചെയ്യും. പിന്നെ ഡൗട്ട് വരിക മെഫ്ലോക്വിനും പ്രിമാക്വിനും. അപ്പൊ ഇങ്ങനെ നിൽക്കും. അപ്പം 2 രണ്ടെണ്ണം ഉറപ്പായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാം, പക്ഷെ 2 അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അല്ല. അങ്ങനത്തെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇത്തവണ എക്സാമിന്. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി പ്രിമാക്വിൻ ആണ് ആൻസർ. സോ ദ ഡ്രഗ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദി കാഷ്വൽ പ്രൊഫൈലാക്സിസ് ഓഫ് ഓൾ സ്പീഷീസ് ഓഫ് മലേറിയ. അതിന്റെ ആൻസർ എന്താണ്? പ്രിമാക്വിൻ ആണ്, മെഫ്ലോക്വിൻ അല്ല. ഓപ്ഷൻ ഡി പ്രിമാക്വിൻ ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം വൺ ലൂമിനൽ amibicide which directly kills the trophocytes. Diloxanide, furoate, cetronidazole, metronidazole, emetine. So ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഫാർമക്കോളജി ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ ലൂമിനൽ അമീബോസൈഡ് വിച്ച് ഡയറക്ട്ലി കിൽ ട്രോപ്പോസോയിറ്റ്സിന്റെ ആൻസർ എന്താണ്? ഡിലോക്സനൈഡ്, ഫ്യൂറോയിറ്റ് ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ വരിക. The luminal amibicide which directly kills trophozoites is diloxanide, furoate. ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് വൺ, ടോപ്പോതീക്കനീസ്. നമുക്കറിയാം ടോപ്പോതീക്കൻ എന്താണ്? ടോപ്പോതീക്കൻ, ഇർനോതീക്കൻ ഒക്കെ ഒരു ആന്റി നിയോപ്ലാസ്റ്റിക് കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സ് ആണ്. സോ നമുക്കറിയാം നമ്മുടെ ക്ലാസിഫിക്കേഷൻസിൽ ഏറ്റവും വലിയൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ളത് ആന്റി നിയോപ്ലാസ്റ്റിക് ഏജൻസ്. ദാറ്റ് മീൻസ് ഡ്രഗ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ദി മാനേജ്മെന്റ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ അല്ലെ. സോ അതിനകത്ത് കുറെ കാറ്റഗറി നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ലൈക്ക് ദിസ് പ്യൂരിൻ, പിരമിഡിൻ, അത് ഫോളേറ്റ് എൻഡഗോണിസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ നൈട്രോജൻ മസ്റ്റാർഡ്, നൈട്രോസോ യൂറിയ, കുറേ ടൈപ്പ് ഓഫ് കുറേ കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് ആ ഒരു ഡ്രഗ്സിന്റെ കാറ്റഗറി പഠിക്കുമ്പോൾ ടോപ്പോ ഐസോമറൈസ് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. സോ ടോപ്പോ ഐസോമറൈസ് 1. അപ്പൊ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ് ഇൻഹിബിറ്റർ അല്ല, ന്യൂറാമിനിഡേസ് ഇൻഹിബിറ്ററും അല്ല. സോ ടോപ്പോ ഐസോമറൈസ് 1 ആണോ ടോപ്പോ ഐസോമറൈസ് 2 ആണോ എന്നൊരു ഡൗട്ട് വരും അല്ലെ. സോ ടോപ്പോതീക്കൻ, ഇർനോതീക്കൻ അതുപോലെ ഡ്രഗ്സ് ഒക്കെ എന്താണ്
എന്താണ്? They belongs to topoisomerase 1 inhibitor. Option B ആണ് അതിന്റെ ആൻസർ. Topoisomerase 1 inhibitor. ചിലപ്പോ ചില ആൾക്കാർക്ക് തെറ്റിപ്പോയിട്ടുണ്ടാവും, കാരണം ഇത് രണ്ടും വന്നപ്പോൾ നമുക്ക് ഡൗട്ട് വരാം അല്ലെ. സോ topoisomerase 1 inhibitor ആണ്. നെക്സ്റ്റ് വൺ, നെയിം ദ എൻസൈം ദാറ്റ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ദി കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ടു യൂറിഡിൻ ഡൈഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് ഇൻ ഗ്ലൂക്കോജനസിസ്. അതായത് നമ്മുടെ ബയോകെമിസ്ട്രി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലെ. ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റിനെ യൂറിഡിൻ ഡൈഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏതാണ്, അല്ലെങ്കിൽ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. Option A, uridine diphosphate glucose pyrophosphorylase. Option B, glucosyl transferase. Option C, hexokinase and option D, glucokinase. അപ്പോൾ ഒരു ബയോകെമിസ്ട്രിയുടെ ഒരു ചെറിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റിയാക്റ്റന്റ് ആയിട്ടോ ചിലപ്പോൾ പ്രൊഡക്റ്റ് ആയിട്ടോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എൻസൈം ആയിരിക്കും ആ ഒരു സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്യുക. സോ അതൊരു ബെനിഫിറ്റ് ആണ്, നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും അല്ലെ. ചില സിമ്പിൾ ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഈ ഹെക്സോകൈനേസ്, ചില സിമ്പിൾ ആയിട്ടുള്ള ചില എൻസൈംസ് മാത്രമായിരിക്കും അങ്ങനെ റിലേഷൻ വരാതെ വരുന്നത്. പക്ഷെ മെജോറിറ്റി ഓഫ് സ്റ്റെപ്പിലും ഒന്നല്ലെങ്കിൽ റിയാക്റ്റിന്റെ പേര് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ പേരിന്റെ കൂടെ ഒരു ഓക്സിഡൈസോ ഒരു ട്രാൻസമിനേസോ അല്ലെങ്കിൽ ഒരു പൈറോഫോസ്ഫോറിലേസോ അല്ലെങ്കിൽ റിഡക്ടേസോ സിന്തറ്റേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രിഫിക്സ് വരുന്ന ടൈപ്പ് ഓഫ് എൻസൈം ആയിരിക്കും. സോ ഇതില് ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റിനെ യൂറിഡിൻ ഡൈഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം എന്താണ്? അതായിട്ട് ബന്ധമുള്ള ഒരു പേര് യൂറിഡിൻ ഡൈഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് പൈറോഫോസ്ഫോറിലേസ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, യൂറിഡിൻ ഡൈഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് പൈറോഫോസ്ഫോറിലേസ് ആണ് ഗ്ലൂക്കോസിനെ, അതായത് യൂറിഡിൻ ഡൈഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഒറോട്ടിക് ആസിഡ് ഇസ് ഫോംഡ് ഇൻ ദിസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒറോട്ടിക് ആസിഡ് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് പിരമിഡിൻ ബയോസിന്തസിസിനകത്താണ്. സോ ഓപ്ഷനിൽ യൂറിയ സൈക്കിൾ ഉണ്ട്, ബീറ്റ ഓക്സിഡേഷൻ വരുന്നുണ്ട്, HMP ഷണ്ട് വരുന്നുണ്ട്, പിരമിഡിൻ ബയോസിന്തസിസ് വരുന്നുണ്ട്. ഒറോട്ടിക് ആസിഡ് എപ്പോഴും ഇൻവോൾവ് ചെയ്തിട്ടുള്ള, അതിൽ ഫോം ചെയ്യുന്നത് ഏതാണ്? പിരമിഡിൻ ബയോസിന്തസിസിനകത്താണ് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, പിരമിഡിൻ ബയോസിന്തസിസ്. Next one, example for glycogen storage disease. Option A, McArdle's disease, albinism, Wilson's disease, Santhomo disease. അപ്പോൾ ആൽബിനിസം എന്താണ്? നമ്മുടെ മെലാനിൻ പിഗ്മെന്റേഷൻ റിലേറ്റഡ് ആയിട്ട് ഇതാണ് അല്ലെ. വിൽസൺസ് ഡിസീസ് എന്താണ്? കോപ്പറിന്റെ അക്യുമുലേഷൻ കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ഡിസീസ് ആണ് വിൽസൺസ് ഡിസീസ്. ദെൻ സാന്തോമൈറ്റോസിസ് സംതിങ് റിലേറ്റഡ് ടു പിഗ്മെന്റേഷൻ. മെക്കാർഡിൽസ് ഡിസീസ്, മെക്കാർഡിൽ ഡിസീസ് ആണ് എന്ത്? ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ്. അപ്പൊ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസിനകത്ത് കുറെ ടൈപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള എക്സാമിന് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. RRB എക്സാംസ്, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് പോർഷൻ ആണത്. സോ മെക്കാർഡിൽസ് ഡിസീസ് ആണ് എക്സാമ്പിൾ ഫോർ ദ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ്. നെക്സ്റ്റ് വൺ, നെയിം ദ ഡിറ്റക്ടർ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി. ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിറ്റക്ടർ ഏതാണെന്ന് ഏതൊക്കെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്? കത്താരോമീറ്റർ, ഡയോഡ് അറേ ഡിറ്റക്ടർ, സിംഗിൾ വേവ് ലെങ്ത് ഡിറ്റക്ടർ ആൻഡ് റിഫ്രാക്റ്റീവ് ഡിറ്റക്ടർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിറ്റക്ടർ. നമുക്കറിയാം, ദിസ് ഇസ് വൺ ഓഫ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അനാലിസിസ് ചോദിച്ചിട്ടുള്ളത്. ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടർ ഏതാണ്? കത്താരോമീറ്റർ ആണ് അതിന്റെ ആൻസർ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, കത്താരോമീറ്റർ ആണ് ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടർ. The next one, absorption of light in the visible and ultraviolet regions of the spectrum is due to the presence of. അവിടെ അബ്സോർപ്ഷൻ, ഇത് കുറച്ച് എന്താ പറയാ, ഓപ്ഷൻ വായിച്ചാൽ തന്നെ നമുക്ക് ആൻസർ എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യനാ. അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക് വരെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനാ. വേറെ ക്വസ്റ്റ്യൻ നോക്ക്, എന്തുകൊണ്ടാണ്, എന്ത് ഉള്ളത് കൊണ്ടാണ് വിസിബിൾ അൾട്രാവയലറ്റ് റീജിയൻസിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്? ഓസിലേറ്റർ, അതൊരു പാർട്ടാണ് അല്ലെ, എക്യുപ്മെന്റ്സിന്റെ ഒരു പാർട്ടാണ് ഓസിലേറ്റർ, റെക്കോർഡർ, ഇന്റഗ്രേറ്റർ. സോ ഇത് മൂന്നിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ക്രോമോഫോർ. സോ ക്രോമോഫോറിന്റെ പ്രസൻസ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ വിസിബിൾ ആൻഡ് അൾട്രാവയലറ്റ് റീജിയൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, okay, next one, Todd suspension galvanometer unit is used in which type of instrumental method of analysis? Todd suspension galvanometer unit ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, നെഫ്ലോ ടർബിഡിമെട്രി. ഓപ്ഷൻ ബി, IR സ്പെക്ട്രോഫോട്ടോമെട്രി, ഫ്ലൂറിമെട്രി, ഫ്ലെയിം ഫോട്ടോമീറ്റർ. അതായത് നമുക്കറിയാം IR സ്പെക്ട്രോഫോട്ടോമെട്രിയുടെ അല്ല, നമുക്കറിയാം അതിന്റെ എക്യുപ്മെന്റ്സ് ഫ്ലൂറിമെട്രിയിലും അല്ല. സോ നെഫ്ലോ ടർബിഡിമെട്രി ഓർ ഫ്ലെയിം ഫോട്ടോമീറ്റർ. സോ ചിലപ്പോൾ ഡൗട്ടിൽ വന്നിരിക്കാം. സോ ടോഡ് സസ്പെൻഷൻ ഗാൽവനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലെയിം ഫോട്ടോമെട്രിയുടെ അകത്താണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഫ്ലെയിം ഫോട്ടോമെട്രി ആണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ,
നെക്സ്റ്റ് വൺ, ദ ബേസിക് റിംഗ് പ്രസന്റ് ഇൻ ഗ്ലിമിപ്രൈഡ്. ഗ്ലിമിപ്രൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗിൽ അടങ്ങിയിട്ടുള്ള പാരന്റ് റിംഗ് അല്ലെങ്കിൽ റിംഗ് ഏതാണ്, മെയിൻ റിംഗ് ഏതാണ്? ഓപ്ഷൻ എ ഫ്യൂറാൻ, ഓപ്ഷൻ ബി പൈറോളിഡിൻ, ഓപ്ഷൻ സി പിരിഡിൻ ആൻഡ് ഓപ്ഷൻ ഡി പൈറോൾ. ഫ്യൂറാൻ എന്ന് പറയുമ്പോൾ ഹെട്രോ ആറ്റത്തിൽ ഓക്സിജൻ വരും, പിരിഡിൻ പൈറോളിഡിനകത്തൊക്കെ നൈട്രജൻ വരുന്നുണ്ട്. സോ ഫ്യൂറാൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കളയാം. പിന്നെ പൈറോളിഡിൻ, പിരിഡിൻ, പൈറോൾ ആണ് വരുന്നത്. സോ ഇതിന്റെ ആൻസർ വന്നിട്ടുള്ളത് ഗ്ലിമിപ്രൈഡ് തുടങ്ങിയിട്ടുള്ളത് പൈറോളിഡിൻ റിംഗ് ആണ്, ഓപ്ഷൻ ബി ആണ്. സോ ഗ്ലിമിപ്രൈഡ് ഒരു ആന്റി ഡയബറ്റിക് ഡ്രഗ് ആണ്. സോ ഗ്ലിമിപ്രൈഡിനകത്ത് അടങ്ങിയിട്ടുള്ള ബേസിക് റിംഗ് ഏതാണ്? പൈറോളിഡിൻ. പൈറോളിഡിൻ ആണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ള റിംഗ്. നെക്സ്റ്റ് വൺ, Cephalexin comes under which generation of cephalosporin? Fourth generation, second generation, first generation and third generation. So ഇതിൽ ഏത് കാറ്റഗറി ഓഫ് ഡ്രഗ് ആണ് Cephalexin? Cephalexin belongs to first generation cephalosporin. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. സോ Cephalexin വരുന്നത് ഏതിനകത്താണ്? ഇറ്റ് ബിലോങ്സ് ടു ഫസ്റ്റ് ജനറേഷൻ ഓഫ് cephalosporin. ഓപ്ഷൻ സി ആണ് വരിക. അപ്പൊ അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഉണ്ട്. സോ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഓരോ ജനറേഷനിൽ അടങ്ങിയിട്ടുള്ള cephalosporins ഏതൊക്കെയാണെന്നുള്ള നോക്കുക. വരുന്ന എക്സാംസിനൊക്കെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഡൈമൻ ഹൈഡ്രോനേറ്റ് is an example for antihistamine, anticonvulsant, sedative and hypnotic cholinesterase reactivator. ഡൈമൻ ഹൈഡ്രോനേറ്റ് cholinesterase reactivator അല്ല, പ്രാലിഡോക്സിൻ പോലുള്ള ഡ്രഗ്സ് ആണ് cholinesterase reactivator അത് വരിക. ആന്റി കൺവൾസന്റ് മീൻസ് ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് അതിനകത്തും വരുന്നില്ല, കാരണം ബെൻസോഡൈസപ്പിൻ, ബാർബിറ്റുറേറ്റ്സ്, എത്തോസക്സിമൈഡ്സ് അങ്ങനെ കുറച്ച് ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് വരിക. ഡൈമൻ ഹൈഡ്രോനേറ്റ് അതിനകത്ത് വരുന്നില്ല. പിന്നെ ഡൗട്ട് നിൽക്കുന്നത് ആന്റി ഹിസ്റ്റമിൻസ് ആൻഡ് സെഡേറ്റീവ്സ് ആൻഡ് ഹിപ്നോട്ടിക്സ് ആണെന്നുള്ളൊരു ഡൗട്ടാണ്. സെഡേറ്റീവ്സ് ആൻഡ് ഹിപ്നോട്ടിക്സിനകത്തല്ല, അതിനകത്തും കൂടുതലും ബെൻസോഡൈസപ്പിൻ ടൈപ്പ് ഓഫ് ഡ്രഗ്സുകളാണ് വരുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആന്റി ഹിസ്റ്റമിൻസ് ആണ് ഇതിന്റെ ആൻസർ. ഡൈമൻ ഹൈഡ്രോനേറ്റ് ബിലോങ്സ് ടു ആന്റി ഹിസ്റ്റമിനിക് കാറ്റഗറി. ആന്റി ഹിസ്റ്റമിൻസിനകത്ത് അടങ്ങിയിട്ടുള്ള വരുന്ന ഒരു ഡ്രഗ് ആണ് ഇത് ഡൈമൻ ഹൈഡ്രോനേറ്റ്. നെക്സ്റ്റ് വൺ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ നാർക്കോട്ടിക് ഡ്രഗ് വിത്ത് ലോ അബ്യൂസ് പൊട്ടൻഷ്യൽ. നമ്മൾ ഡ്രഗ് അബ്യൂസ് ആവാൻ ചാൻസ് കുറവുള്ള നാർക്കോട്ടിക് ഡ്രഗ് ഇതിൽ ഏതാണെന്ന്? ഓപ്ഷൻ എ മോർഫിൻ സൾഫേറ്റ്, ഓപ്ഷൻ ബി കൊഡീൻ, ഓപ്ഷൻ സി ഡൈഫെനോക്സിലേറ്റ് ഹൈഡ്രോക്ലോറൈഡ്, ഫെന്റാനിൽ സിട്രേറ്റ്. നമുക്കറിയാം ഇതിനകത്ത് രണ്ട് ഓപ്ഷൻ ഏതായാലും കളയാം. മോർഫിൻ സൾഫേറ്റും അല്ല, കൊഡീനും അല്ല, അല്ലെ? ലോ അബ്യൂസ് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അതായത് നമ്മൾ അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് കുറവുള്ള ഡ്രഗ് ഏതാണ്? മോർഫിൻ അല്ല, കൊഡീൻ അല്ല, ഫെന്റാനിൽ സിട്രേറ്റ്, പിന്നെ ഡൈഫെനോക്സിലേറ്റ് ഹൈഡ്രോക്ലോറൈഡിലാണ് വന്ന് നിൽക്കുക, ഡൗട്ട് വന്ന് നിൽക്കുക. സോ ആൻസർ എന്താണ്? നെയിം ദ നാർക്കോട്ടിക് ഡ്രഗ് വിത്ത് ലോ അബ്യൂസ് പൊട്ടൻഷ്യൽ ഇസ് ഡൈഫെനോക്സിലേറ്റ് ഹൈഡ്രോക്ലോറൈഡ് ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസയേർഡ് ഇൻകം from drugs or cost of prescription drugs into 100 is equal to percentage above cost to be charged for prescription. Name the above charging policy adopted in pricing of drugs in a hospital. അതായത് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, desired income from drugs by the cost of prescription drugs into 100 is equal to percentage above cost to be charged for prescription. ഇത് ഏത് ചാർജിംഗ് പോളിസി ആണെന്ന്? above charging policy adopted in pricing of drugs in a hospital. ഓപ്ഷൻ എ break even point pricing, option B cost plus rate system, option C part inclusive rate system and option D per diem drug charge system. So ഇതിന്റെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, കോസ്റ്റ് പ്ലസ് റേറ്റ് സിസ്റ്റം ആണ്. അപ്പൊ ഒന്നുകൂടി നോക്കുക, ഡിസയേർഡ് ഇൻകം ഫ്രം ഡ്രഗ്സ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് ഇൻടു 100 is equal to percentage above cost to be charged for prescription. So അതിനകത്ത് വരുന്ന ഏതാണ് ചാർജിംഗ് പോളിസി? കോസ്റ്റ് പ്ലസ് റേറ്റ് സിസ്റ്റം. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. Next one, National Program for the Control of Blindness was introduced in which year? അപ്പോൾ നമുക്കറിയാം നമ്മൾക്ക് കുറേ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. നാഷണൽ TB പ്രോഗ്രാം, നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ലൈക്ക് ഡെഫ്നെസ് ഉണ്ട്, ബ്ലൈൻഡ്നെസ് ഉണ്ട്, ദെൻ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, അതുപോലെ കുറേ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രോഗ്രാംസും അതിന്റെ ഇയറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള അനലിസ്റ്റ് ഏതായിരുന്നു? ബ്ലൈൻഡ്നെസ്, കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ്, നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് വാസ് അഡോപ്റ്റഡ് ഇൻ വിച്ച് ഇയർ എന്നല്ലേ? 1976, 1971, 1963, 1989 ഇത്രയും കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. 1976 ആണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ എ 1976 ആണ് നാഷണൽ പ്രോഗ്രാം ഫോർ ദ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇയർ 1976. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which national program was introduced to achieve 100% vaccination coverage nationwide? Swachh Bharat, Poshan Abhiyan, Mother's Absolute Affection and Indradhanush. Swachh Bharat അല്ല,
അതുപോലെ മദേഴ്സ് അബ്സല്യൂട്ട് അഫെക്ഷനും അല്ല. എന്താണ് ക്വസ്റ്റ്യൻ? അതായത് വാക്സിനേഷൻ 100% വാക്സിനേഷൻ കവറേജ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നാഷണൽ പ്രോഗ്രാം ഏതാണ്? പോഷൻ അഭിയാൻ, സംതിങ് റിലേറ്റഡ് ടു ന്യൂട്രീഷൻ. ആ ടേമിൽ തന്നെ വെച്ച് നമുക്ക് നോക്കാം. ഇന്ദ്രധനുഷ് ആണ് എന്ത് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇന്ദ്രധനുഷ്. സോ കംപ്ലീറ്റ് 100% വാക്സിനേഷൻ കവറേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള നാഷണൽ പ്രോഗ്രാം ഏതായിരുന്നു? ഇന്ദ്രധനുഷ്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ. Next one, the average duration of the time between the placing of an order and the receipt of the item is known as. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന ആ ഒരു ടൈമും കിട്ടുന്നതിനും ഇടയ്ക്കുള്ള ടൈം പീരീഡിനെ എന്താണ് പറയാന്നുള്ളത്? റീഓർഡർ ലെവൽ, ബഫർ സ്റ്റോക്ക്, സീറോ ലെവൽ, ലീഡ് ടൈം. ഇതും ഡയറക്റ്റ് എന്താണ് നമുക്ക് ഇതിൽ തന്നെ എഴുതാവുന്നുള്ളത്. റീഓർഡർ ലെവൽ അല്ല. നമ്മൾ ഒരു ഇൻവെന്ററി പഠിക്കുമ്പോൾ, അതായത് ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്ന് ആ ഒരു സ്റ്റോക്കിന്റെ ലെവൽ താഴത്തോട്ട് പോവാതിരിക്കുകയാണെങ്കിൽ ആ ഒരു ലെവലിനെ കുറെ നമ്മൾ പറയുന്നുണ്ട്. ബഫർ സ്റ്റോക്ക്, അതിന് ഡേഞ്ചർ ലെവൽ, സീറോ ലെവൽ, റിയോർഡർ ലെവൽ എന്നൊക്കെ പറയും. ഇത് ടൈം ആണല്ലേ. അപ്പൊ ടൈം ആ ക്വസ്റ്റിനിൽ തന്നെയുണ്ട്. ഓപ്ഷൻ വന്നേക്കുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കൂടെ വന്നിട്ടുള്ളത്. സോ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഹിന്റ് ഓപ്ഷനിൽ ഉണ്ടാവും. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമുക്ക് അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി ഒന്നുകൂടി വായിച്ചു നോക്കാം. 2-3 തവണ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആൻസർ കണക്ട് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ലീഡ് ടൈം ആണ്. ഇറ്റ് ഇസ് ആവറേജ് ഡ്യൂറേഷൻ ഓഫ് ദ ടൈം ബിറ്റ്വീൻ പ്ലേസിംഗ് ദ ഓർഡർ ആൻഡ് ദ റെസിപ്റ്റ് ഓഫ് ദ ഐറ്റം ഇസ് ലീഡ് ടൈം. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. സോ ഡിപ്സ്റ്റിക് ടെസ്റ്റ് ഇസ് യൂസ്ഡ് ടു ഡിറ്റക്ട് മലേറിയ, ന്യൂമോണിയ, നിപ്പ, ക്യാൻസർ. ഡിപ്സ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് മലേറിയക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്, കിഡ്നി ഡിസീസിൽ യൂസ് ചെയ്യുന്നുണ്ട്, എയ്ഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, സിഫിലിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, ലെപ്റ്റോസ്പൈറോസിസ്, കോളറ. സോ അങ്ങനെ എയ്ഡ്സ്, സോ കുറെ ടൈപ്പ് ഓഫ് ഡിസീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ന്യൂമോണിയ, ക്യാൻസർ, നിപ്പ ഇതിലൊന്നും ഡിപ്സ്റ്റിക് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ ഡിപ്സ്റ്റിക് ടെസ്റ്റ് ആകെ യൂസ് ചെയ്യുന്നത് ഏതിലാണ്? മലേറിയ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. മലേറിയയിൽ നമ്മൾ ഡിപ്സ്റ്റിക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, അബ്രിവേറ്റ് ICH. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹാർമണൈസേഷൻ അല്ല, ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഹാർമണൈസേഷൻ ആണ്. ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഹോമിയോപ്പതി അല്ല, ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹ്യൂമൻ റൈറ്റ്സും അല്ല. സോ ICH ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ICH ഗൈഡ് ലൈൻസ് ഒക്കെ നമുക്ക് അറിയാം. സോ ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഹാർമണൈസേഷന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്? ICH. ആൻസർ ഇസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, which is associated with Siddha system of medicine? വീരം, പ്രകോപ, റെപ്പർട്ടറീസ്, യെല്ലോ ബൈൽ. അപ്പോൾ ഇതിൽ ഏതാണ് സിദ്ധ സിസ്റ്റം ആയിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ടേം? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, വീരം. ബട്ട് വീരമാണ് ആൻസർ. ടോക്സിസിറ്റി ഉള്ള ഒരു സാധനമാണ്, അപ്പോൾ അത് ഓർത്ത് വെക്കുക. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, വീരം. സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. സ്പൈറുലിന ഒരു ടൈപ്പ് ഓഫ് ആൽഗ അല്ലെ, സ്പൈറുലിന. സോ ഇറ്റ് കണ്ടെയ്ൻസ് സാപ്പോജെനിൻ, വിതാഫെറിൻ, ജെൻഷ്യാനിൻ ആൻഡ് ഫൈക്കോസയാനിൻ. അപ്പൊ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ഒരു പിഗ്മെന്റ് ആയിരിക്കണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. സോ പിഗ്മെന്റ് ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. സാപ്പോജെനിൻ, വിതാഫെറിൻ, ജെൻഷ്യാനിൻ ആൻഡ് ഫൈക്കോസയാനിൻ. സോ ഇതിനകത്ത് വരുന്നത് സാപ്പോജെനിൻസ് ഒക്കെ കൂടുതലും നമുക്കറിയാം. അതായത് നമ്മൾ കോഗ്നസിൽ പഠിക്കുമ്പോൾ കുറെ കാറ്റഗറി ഓഫ് ഡ്രഗ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ സാപ്പോജെനിൻ, ഗ്ലൈക്കോസൈഡ്, സാപ്പോണിൻ ഗ്ലൈക്കോസൈഡ്സ്, അങ്ങനെ കുറെ കണ്ടന്റ്സ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂൻസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ അതിനകത്തൊക്കെ വരുന്ന ഓരോ പോയിന്റ്സ് ആണ് സാപ്പോജെനിൻ, ജെൻഷ്യാനിൻ, അതുപോലെ വിതാഫെറിൻ, ഫൈക്കോസയാനിൻ ആണ് പിഗ്മെന്റ്. സോ സ്പൈറുലിൻ അടങ്ങിയിട്ടുള്ള പിഗ്മെന്റ് ഏതാണ്? ഫൈക്കോസയാനിൻ. ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് വൺ, which one of the following is obtained from red algae? റെഡ് ആൽഗയിൽ നിന്ന് കിട്ടുന്നത് ഏതാണ്? ഇതില് ഫൈംബ്രോലൈഡ്, സോണറോൾ, ബ്രോമോഫെക്കാലിൻ ആൻഡ് എൽഡോയോസിൻ. ഇതിന്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ഫിംബ്രോലൈഡ് ആണ് റെഡ് ആൽഗയിൽ നിന്ന് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഫിംബ്രോലൈഡ്. സോണറോൾ അല്ല, ബ്രോമോഫെക്കാലിൻ അല്ല, എൽഡോയോസിൻ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലാൻഡുലർ ട്രൈക്കോംസ് ആർ പ്രസന്റ്. അപ്പൊ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഗ്ലാൻഡുലർ ട്രൈക്കോം, വാർട്ടി ട്രൈക്കോംസ്, അതുപോലെ യൂണിസെല്ല, മൾട്ടിസെല്ലർ, കുറെ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ഗ്ലാൻഡുലർ ട്രൈക്കോം, അതായത് അനലിസ്റ്റിന് അല്ലാണ്ട് വേറെ കുറെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ഗ്ലാൻഡുലർ ട്രൈക്കോംസ് ആർ പ്രസന്റ് ഇൻ നക്സ്വോമിക്ക, മെയിൽ ഫൺ, വസാഗ ആൻഡ് ഡെറ്റൂറ. എന്താണ് എന്റെ ആൻസർ? ഓപ്ഷൻ സി, വസാഗയാണ്. ഗ്ലാൻഡുലർ ട്രൈക്കോംസ് അടങ്ങിയിട്ടുള്ള ഇതിനകത്താണ് വസാഗ. ഓപ്ഷൻ സി ആണ് വസാഗ. സോ ഗ്ലാൻഡുലർ ട്രൈക്കോംസ് ആർ പ്രസന്റ് ഇൻ വസാഗ.
Right answer C ആയിരുന്നു. Which one of the following is used in irritable bowel syndrome? Option A resveratrol, boswellic acid, bogonin and shilajit. ഇതൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻസ് അല്ലെ. റിസർവെട്രോളും ബൊഗോണിനും എന്താണ് ടൈപ്പ് ഓഫ് ഫ്ലേവനോയിഡ്സ് ആണ്, കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. പിന്നെ വരുന്നത് ഏതാ ഡ്രഗ്സ് ആയിട്ട് വരുന്നത് ബോസ്വെലിക് ആസിഡും ഷിലാജിത്തും ആണ്. സോ സിയും ബിയിലും ഡിയിലും വരുന്ന ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ആൻസർ. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ബോസ്വെലിക് ആസിഡ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ IBS യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ഇത് ബോസ്വെലിക് ആസിഡ്. ദെൻ നെക്സ്റ്റ് വൺ, which oil was used as an emollient in first cold cream? ഫസ്റ്റ് കോൾഡ് ക്രീമിൽ എമോളിയന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് ഏതാണ്? ആൽമണ്ട് ഓയിൽ, ഗ്ലിസറിൻ, ജോജോബ എക്സ്ട്രാക്ട് ആൻഡ് ഒലീവ് ഓയിൽ. സോ ഫസ്റ്റ് കോൾഡ് ക്രീമിൽ എമോളിയന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ഒലീവ് ഓയിൽ ആണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ സി ഒലീവ് ഓയിൽ ഇസ് ദ എമോളിയന്റ് which was used in first cold cream. Next one, cotton fibers are separated from seeds by ginning, peeling, plucking, retting. പീലിംഗ് നമ്മൾ ജസ്റ്റ് നമ്മളിങ്ങനെ ആ ഒരു മീനിങ് തന്നെ പീൽ ചെയ്തെടുക്കുക എന്നുള്ള മീനിങ്. റെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫ്ലഷി പാർട്സ് ഓഫ് ദ സ്റ്റെമ്മിൽ നിന്ന് നമ്മൾ ഫൈബേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെറ്റിംഗ് എന്ന് പറയാം. അതുപോലെ സീഡ്സിൽ നിന്ന് കോട്ടൺ ഫൈബേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗിന്നിങ്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഗിന്നിങ് ആണ് വരുന്ന ആൻസർ. സോ കോട്ടൺ ഫൈബേഴ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം സീഡ്സ് ബൈ ഗിന്നിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the water insoluble part of tragacanth. So tragacanthine ആണെങ്കിലും സ്റ്റാർച്ച് ആണെങ്കിലും രണ്ട് പാർട്സ് ഉണ്ട്. അതായത് സ്റ്റാർച്ച് പറയാൻ കാരണം ഓപ്ഷനിൽ ഒരെണ്ണം തന്നേക്കുന്ന അമൈലോ പെക്റ്റിൻ ആൻഡ് അമൈലോസ് ആണ് അല്ലെ. ട്രഗാകാന്തിന്റെ രണ്ട് പാർട്സ് ആണ് ഇത്, ട്രഗാകാന്തിൻ ആൻഡ് ബസോറിൻ. അമൈലോ പെക്റ്റിൻ ആൻഡ് അമൈലോ സ്റ്റാർച്ചിന്റെയാണ്. അപ്പൊ ഇതില് വാട്ടർ അമൈലോസ് വാട്ടർ സോലുബിൾ പാർട്ടും അമൈലോ പെക്റ്റിൻ വാട്ടർ ഇൻസോലുബിൾ പാർട്ടുമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ട്രഗാകാന്തിൻ ആൻഡ് ബസോറിൻ. ട്രഗാകാന്തിൻ എന്താണ്? വാട്ടർ സോലുബിൾ പാർട്ട് ഓഫ് ട്രഗാകാന്ത് ആണ്. ബസോറിൻ ആണ് എന്ത്? വാട്ടർ ഇൻസോലുബിൾ പാർട്ട്. സോ നമുക്ക് ഇപ്പൊ വാട്ടർ സോലുബിൾ വാട്ടർ ഇൻസോലുബിൾ എല്ലാം എന്താണ്? വാട്ടർ സോലുബിളും വാട്ടർ ഇൻസോലുബിളും ആണ്. സോ ട്രഗാകാന്തിന്റെ വാട്ടർ ഇൻസോലുബിൾ പാർട്ട് ഏതാണ്? ഓപ്ഷൻ ഡി ബസോറിൻ. വാട്ടർ സോലുബിൾ പാർട്ടാണ് ട്രഗാകാന്തിൻ. ഓക്കെ, so answer is option D, water insoluble part of tragacanth is option D, benzorine. Which of the following contains constituents used as insecticide? ഏത് ഡ്രഗ്സിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് ഇൻസെക്ടിസൈഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇൻസെക്ടിസൈഡ് പ്രോപ്പർട്ടി ഉള്ളത് വെരാട്രം, കോൾച്ചിക്കം, കാസ്റ്റർ ഓയിൽ ആൻഡ് ജൂട്ട്. നമുക്ക് കാസ്റ്റർ ഓയിലും ജൂട്ടും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്രോസ് ചെയ്യാം അല്ലെ, അതല്ല. പിന്നെ വരുന്നത് ഓപ്ഷനിൽ വെരാട്രം ആൻഡ് കോൾച്ചിക്കം ആണ്. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. വെരാട്രം ആണ് എന്ത്? വെരാട്രം contains the constituents which is used as the insecticide. Next one, which one of the following is not a plant growth regulator? നമുക്കറിയാം plant growth regulator, plant growth ഹോർമോൺസിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഓക്സിൻ, cytokinin, then gibberellins, abscisic acid and ethylene. Okay, auxin, cytokine, gibberellin, abscisic acid and ethylene. So plant growth regulating plant hormones ആണ് ഇതെല്ലാം. ഒരു ടൈപ്പ് ചിലപ്പോൾ സെൽ ഡിവിഷൻ പ്രൊമോട്ട് ചെയ്യും, മെരിസ്റ്റമാറ്റിക് സെൽ ഡിവിഷൻ. അപ്പൊ ഓരോരോ ഫംഗ്ഷൻസ് ആണ് വരിക. അപ്പൊ ഇതിനകത്ത് ഗിബർലിൻസ് ഉണ്ട് അല്ലെ ഓപ്ഷനിൽ, അബ്സസിക് ആസിഡ് ഓപ്ഷനിലുണ്ട്, എത്തിലീൻ ഉണ്ട്. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് ഏതാ? ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത അസറ്റിലീൻ ആണ്. ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാക്കാം, അസറ്റിലീൻ ആണോ എത്തിലീൻ ആണോ എന്ന് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. ആൻസർ എന്താണ്? അസറ്റിലീൻ. എത്തിലീൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഫ്രൂട്ട് റൈപ്പനിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, അസറ്റിലീൻ. അസറ്റിലീൻ ഒരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ അല്ല, ബാക്കിയെല്ലാം പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനകത്ത് വരുന്ന ഹോർമോൺസ് ആണ്. ജെലാറ്റിനസ് ലാക്കിംഗ് ദ അമിനോ ആസിഡ്. സോ ജെലാറ്റിനകത്ത് കുറെ അമിനോ ആസിഡ്സ് ഉണ്ട്. മെത്യോണിൻ ഉണ്ട്, വാലിൻ ഉണ്ട്, ലൂസിൻ ഉണ്ട്, കുറെ ടൈപ്പ് ഓഫ് പ്രോലിൻ ഉണ്ട്, കുറെ ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ജെലാറ്റിനകത്ത് വരുന്നുണ്ട്. ഇല്ലാത്ത ഒരു അമിനോ ആസിഡ് ആണ് ഒരു അരോമാറ്റിക് അമിനോ ആസിഡ് ആയിട്ടുള്ള ട്രിപ്റ്റോഫാൻ. ഓക്കെ, സോ ജെലാറ്റിൻ
Gelatin lacks tryptophan. Tryptophan എന്തിലില്ല? ജലാറ്റിനകത്ത് ഇല്ല. സോ ജലാറ്റിൻ ലാക്ക് ചെയ്യുന്ന അമിനോ ആസിഡ് ഏതാണ്? ട്രിപ്റ്റോഫാൻ. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ട്രിപ്റ്റോഫാൻ ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് വൺ, എക്സാമ്പിൾ ഓഫ് ഇൻജസ്റ്റന്റ് അലർജൻ. ഇൻജസ്റ്റന്റ് അലർജൻ എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻ എ പെൻസിലിൻ, ഓപ്ഷൻ ബി വീറ്റ്, ഓപ്ഷൻ സി ലിവർ എക്സ്ട്രാക്ട്, ഓപ്ഷൻ ഡി അസ്പരാഗസ്. സോ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഇൻജസ്റ്റന്റ് അലർജൻ എക്സാമ്പിൾ ഏതാണെന്നാണ് ചിലപ്പോൾ ഡൗട്ട് വരാം. ലിവർ എക്സ്ട്രാക്ട് ആണോ വീറ്റ് ആണോ എന്നുള്ളത് ചിലപ്പോൾ ഡൗട്ട് വരാം. ആൻസർ ഏതാണ്? ഇൻജസ്റ്റന്റ് അലർജൻസിന്റെ എക്സാമ്പിൾസ് പഠിക്കുക. ഇതിന്റെ ആൻസർ വന്നിട്ട് ബി ആണ്. വീറ്റ് ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, സോ വീറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻജസ്റ്റന്റ് അലർജൻ. ബെദോയിൻസ് ടെസ്റ്റ് ഇസ് ഫോർ ഒലീവ് ഓയിൽ, സെസേം ഓയിൽ, കാസ്റ്റർ ഓയിൽ, അരാച്ചിസ് ഓയിൽ. അല്ലെ, എല്ലാം എന്താണ്? നമ്മുടെ ഫിക്സ്ഡ് ഓയിൽസിനകത്ത് വരുന്നതാണ്. എക്സാമ്പിൾസ് ആണല്ലേ എല്ലാം. കാസ്റ്റർ ഓയിൽ, അരാച്ചിസ് ഓയിൽ, ഒലീവ് ഓയിൽ, സെസേം ഓയിൽ. സോ ബെദോയിൻസ് ടെസ്റ്റ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സെസേം ഓയിലിന്റെ അതിന് വേണ്ടിയിട്ടാണ്, ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ സെസേം ഓയിലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബെദോയിൻസ് ടെസ്റ്റ് എംപ്ലോയ് ചെയ്തിട്ടുള്ളത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, സെസേം ഓയിൽ. നെക്സ്റ്റ് വൺ, which is a gelling agent used in tissue culture media? Tragacan, agar agar, gum acacia, dextran. Tissue culture media le gelling agent ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? agar agar ആണ് ഇതിന്റെ ആൻസർ. സോ ഓപ്ഷൻ ബി, agar agar is used as the gelling agent in tissue culture media. Okay, next one, which of the following statements are true about SN2 reaction? SN2 reaction consider ചെയ്യുമ്പോൾ ഇതിൽ ഏതൊക്കെ statements ആണ് true? First one, absence of rearrangement, favored by aprotic solvents, stereoselective and stereospecific, undergo phase transfer catalysis. Actually ഈ ഒരു SN2 റിയാക്ഷനിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സിലെ എല്ലാം തന്നെ കറക്റ്റ് ആണ്. അതായത് ആബ്സെൻസ് ഓഫ് റീഅറേഞ്ച്മെന്റ്, എന്താ അവിടെ ഒരു റീഅറേഞ്ച്മെന്റ് അല്ല നടക്കുന്നത്. പിന്നെ ഫേവേർഡ് ബൈ എപ്രോട്ടിക് സോൾവെന്റ്സ്. നമ്മൾ SN2 SN1 ഡിഫറൻസ് പഠിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ്. എപ്രോട്ടിക് സോൾവെന്റ്സ് അത് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഫേവേർഡ് ബൈ എപ്രോട്ടിക് സോൾവെന്റ്സ്. സ്റ്റീരിയോ സെലക്റ്റീവ് ആണ്, സ്റ്റീരിയോ സ്പെസിഫിക് ആണ് SN2. ആൻഡ് ഓൾസോ ഇറ്റ് അണ്ടർഗോ ഫേസ് ട്രാൻസ്ഫർ കെറ്റാലിസിസ്. സോ 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. അപ്പൊ എല്ലാം ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ആൻസർ ഓപ്ഷൻ ഡി. സോ ഡി ആണ് ഇതിന്റെ ആൻസർ വന്നിട്ടുള്ളത്. Weak acid or base have different colors in ionized and unionized form. The fact is explained by option A, Eduooz law, colloidal theory, option C, Ostwald's theory, and option D, quinoid theory. ഇതിന്റെ ആൻസർ എന്താണ്? Ostwald's theory ആണ്. വീക്ക് ആസിഡും വീക്ക് ബേസിനും അയണൈസ്ഡ് ഫോമിലും അൺഅയണൈസ്ഡ് ഫോമിലും ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓസ്റ്റ്വാൾഡ്സ് തിയറി ആണ്. ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ഓസ്റ്റ്വാൾഡ്സ് തിയറി. Next one, which statements are true about no bond resonance? It is a stabilizing effect. It involves only pi electrons. It involves the interaction of sigma and pi orbital. It gives more stability than resonance. No bond resonance വെച്ച് നോക്കുമ്പോൾ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ്. സ്റ്റെബിലൈസിങ് എഫക്ട് പൈ ഇലക്ട്രോൺസ് മാത്രം, അതായത് ഡബിൾ ബോണ്ട് കൂടി വരുമ്പോഴാണ് പൈ ഇലക്ട്രോൺസ്. സിംഗിൾ ബോണ്ട്സ് എല്ലാം സിഗ്മ, ഡബിൾ ബോണ്ട് വരുമ്പോൾ പൈയും കൂടി വരും. ഇറ്റ് ഇൻവോൾവ്സ് ഇന്ററാക്ഷൻ ഓഫ് സിഗ്മ ആൻഡ് പൈ ഓർബിറ്റൽ. ഇറ്റ് ഗീവ്സ് മോർ സ്റ്റെബിലിറ്റി ദാൻ റെസൊണൻസ്. അപ്പം 1 and 2, അതായത് സ്റ്റെബിലൈസിങ് എഫക്ട് ആൻഡ് ഇൻവോൾവ്സ് പൈ ഇലക്ട്രോൺസ്, ദെൻ ഇൻവോൾവ്സ് ഇന്ററാക്ഷൻ ഓഫ് സിഗ്മ ആൻഡ് പൈ ഓർബിറ്റൽ. പൈ ഇലക്ട്രോൺസ് മാത്രമല്ല, പൈയും സിഗ്മയും വരുന്നുണ്ട്. സോ തേർഡ് ഓപ്ഷൻ 1 and 3 സ്റ്റെബിലൈസിങ് എഫക്റ്റും ആണ്. ദെൻ ഇന്ററാക്ഷൻ ഓഫ് സിഗ്മ ആൻഡ് പൈ. സോ ഓപ്ഷൻ ഏതാണ്? സി ആണ്. 1 and 3 ആണ് വരിക. Which of the following elements form inert complex? Inert complex ഫോം അറിയാം. നിക്കൽ, സിങ്ക്, കോപ്പർ എല്ലാം തന്നെ കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇനേർട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുന്ന എലമെന്റ് ഏതാണ്? അല്ലെങ്കിൽ മെറ്റൽ ഏതാണ്? ക്രോമിയം. സോ ക്രോമിയം ആണ് എന്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ്. Which of the following elements form inert complex? The option is chromium. Chromium ആണ് എന്റെ ആൻസർ. Okay, next one. What is soap clay? Al2O3.4 SiO2 2H2O, Al2O3 2 SiO2 2H2O. ഇവിടെ ഓക്കെ, Al2O3 4 SiO2 H2O ഉണ്ട്. Al2O3 2 SiO2 2H2O ഉണ്ട്. സോപ്പ് ക്ലേയില്
അലുമിനിയം ആൻഡ് SI ഒരിക്കലും മാഗ്നീഷ്യം ഇതല്ല വരുന്നത് സോഫ്റ്റ് ക്ലേയുടെ അകത്ത്. അപ്പൊ ഈ ഫസ്റ്റ് എയിലോ സിയിലോ വരുന്ന ഒരു ഓപ്ഷനാണ് Al2O3 4SiO2 H2 ആണോ Al2O3 2SiO2 2H2. ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. Al2O3.4SiO2 H2 ആണ് സോഫ്റ്റ് ക്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So answer is option A. Next one. In Reformatsky reaction, which metal is used as the catalyst? അപ്പോൾ ഓർക്കുക, Reformatsky reaction നമ്മുടെ aromatic compound അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സബ്സ്ട്രേറ്റ് റിയാക്ട് ചെയ്യുന്നത് സിങ്ക് ആയിട്ടാണ്. ഓക്കെ, Reformatsky എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ട പോയിന്റ് ആണ് Reformatsky സിങ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, സിങ്ക് ആണ് യൂസ് ചെയ്യുക. Reformatsky റിയാക്ഷനിൽ സിങ്ക് മെറ്റൽ ആയിട്ടാണ് റിയാക്ഷൻ നടക്കുക. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ. Benzoic acid is deactivated by which of the following group? ഏത് ഗ്രൂപ്പ് വരുമ്പോഴാണ്? അപ്പൊ ഇതിൽ കുറെയൊക്കെ ഇലക്ട്രോൺ വിഡ്രോയിങ്ങും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ഒക്കെ വരുന്നുണ്ട്. സോ ബെൻസോയിക് ആസിഡ് ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ഏത് ഗ്രൂപ്പ് വരണം? നൈട്രോ ഗ്രൂപ്പ്, ഹൈഡ്രോക്സൽ ഗ്രൂപ്പ്, ഹാലോ ഗ്രൂപ്പ് ആൻഡ് SO3R. സോ ഇതിന്റെ ആൻസർ വന്നിട്ടുള്ളത് ഒരു OH ആണ്, അതായത് ഹൈഡ്രോക്സൽ ഗ്രൂപ്പ് ആണ് ബെൻസോയിക് ആസിഡ് ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ വരേണ്ടത്. ആൻസർ ഇസ് OH. It is electron donating, electron withdrawing അല്ല, electron donating. Then which of the following statement is wrong about thiophene? Catalytic hydrogenation yields tetrahydrothiophene. Thiophene എന്ന് പറയുമ്പോൾ 5 member റിംഗിൽ സൾഫർ വരുന്ന കോമ്പൗണ്ട് ആണ് thiophene. So catalytic hydrogenation yields tetrahydrothiophene. Undergoes electrophilic substitution reaction at second position. Can be prepared from open chain compound by ring closure. And thiophene compound is considered as an aromatic compound. അതായത് ഇതിന്റെ ആൻസർ വന്നിട്ട് A ആണ്. അത് ഇതിൽ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ വരുമ്പോഴേക്കും ടെട്രാഹൈഡ്രോതയോഫീൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ബാക്കിയെല്ലാം റൈറ്റ് ആണ്. സെക്കൻഡ് പൊസിഷനിലാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. സോ ഇതിന്റെ ഓക്കെ, ഓക്കെ. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. പിന്നെ ഓപ്പൺ ചെയിൻ റിംഗ് ക്ലോഷർ വഴി ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടിലെ തയോഫീൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് ആൻ ആരോമാറ്റിക് കോമ്പൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിഫറബിൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് എനൻഷ്യോമേഴ്സ്. എനൻഷ്യോമേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? മെക്കാനിക്കൽ സെപ്പറേഷൻ ആണ് അതിന്റെ ആൻസർ. സോൾട്ട് ഫോർമേഷൻ ചിലപ്പോൾ നമുക്ക് ഡൗട്ട് വരാം. സോ കറസ്പോണ്ടിങ് സോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. പക്ഷേ എനൻഷ്യോമേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൺവീനിയന്റ് അല്ലെങ്കിൽ പ്രിഫറബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ സെപ്പറേഷൻ ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, മെക്കാനിക്കൽ സെപ്പറേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ട്രൈഫിനൈൽ മീഥേൻ ഡെറിവേറ്റീവ്? ട്രൈഫിനൈൽ മീഥേൻ ഡെറിവേറ്റീവിൽ ഏതാണ്? മീഥൈൽ ഓറഞ്ച്, ക്രെസോൾ റെഡ്, മാലക്കൈറ്റ് ഗ്രീൻ ആൻഡ് സൈലിനോൾ ഓറഞ്ച്. കുറച്ച് ഡൈസിന്റെ പേര്, ഇതിൽ ഏതാണ് ട്രൈഫിനൈൽ മീഥേൻ ഡെറിവേറ്റീവ്? മാലക്കൈറ്റ് ഗ്രീൻ ആണ് അതിന്റെ ആൻസർ. മീഥൈൽ ഓറഞ്ച് അല്ല, ക്രിസോൾ റെഡ് അല്ല, സൈലോൺ ഓറഞ്ച് അല്ല. ട്രൈഫിനൈൽ മീഥേൻ ഡെറിവേറ്റീവ് ഇസ് മാലക്കൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ട്രൈഫിനൈൽ മീഥേൻ ഡെറിവേറ്റീവ്. എഡൾട്ടറേഷൻ ഓഫ് ഗീ ക്യാൻ ബി അനലൈസ്ഡ് ബൈ സാപ്പോണിഫിക്കേഷൻ വാല്യൂ, ആസിഡ് വാല്യൂ, ഐഡിൻ വാല്യൂ, റേച്ചർഡ് മെസൽ വാല്യൂ. അപ്പൊ നമുക്കറിയാം, അതായത് സാപ്പോണിഫിക്കേഷൻ വാല്യൂ, ഐഡിൻ വാല്യൂ, ആസിഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഓഫ് സംതിങ് വിച്ച് ഇസ് റിക്വയർഡ് ടു ന്യൂട്രലൈസ് അല്ലെങ്കിൽ വിച്ച് ഇസ് റിക്വയർഡ് ടു സാപ്പോണിഫൈ അല്ല, അങ്ങനെ കുറച്ച് ഡെഫിനിഷൻസ് ആണല്ലേ വരിക. നമ്മളൊരു ഗീന്റെ അഡൾട്ടറേഷൻ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത് റേഷഡ് മെസൽ വാല്യൂ ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഡി ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് വൺ, ദ പ്രോഡക്റ്റ് ഓഫ് ക്ലേസൺ കണ്ടൻസേഷൻ. നമുക്കറിയാം ക്ലേസൺ കണ്ടൻസേഷന്റെ പ്രോഡക്റ്റ് എന്താണ്? ക്ലേസൺ കണ്ടൻസേഷൻ ആൽഫ ഹൈഡ്രജൻ ആറ്റം, അങ്ങനെ ഒരു ഡെഫിനിഷൻ നമ്മൾ വരുന്നുണ്ട്. അതിന്റെ മെക്കാനിസം പഠിക്കുമ്പോൾ അറിയാം. നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ബീറ്റ കീറ്റോ എസ്റ്റർ ആയിരിക്കും നമുക്ക് ക്ലേസൺ കണ്ടൻസേഷൻ, ക്ലേസൺ ഷ്മിറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഇതിലൊക്കെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബീറ്റ കീറ്റോ എസ്റ്റർ ആയിരിക്കും. സോ ആൻസർ എന്താണ്? ക്ലേസൺ കണ്ടൻസേഷന്റെ പ്രോഡക്റ്റ് ഇസ് ബീറ്റ കീറ്റോ എസ്റ്റർ. ആൻസർ ഇസ് ഓപ്ഷൻ സി.
Next one, the import and sale of ethchlorvinol is regulated by ഇതൊരു ഷെഡ്യൂൾ ഡ്രഗ് ആണ്, അതായത് എക്സിൽ വരുന്ന ഒരു ഡ്രഗ് ആണ് ethchlorvinol. സ്ലീപ്പിങ്ങിനൊക്കെ ലൈക്ക് ഇൻസോംനിയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ethchlorvinol എന്ന് പറഞ്ഞത് ഷെഡ്യൂൾ എക്സിൽ വരുന്നതാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഷെഡ്യൂൾ എക്സ്. ethchlorvinol belongs to ഷെഡ്യൂൾ എക്സ് ഡ്രഗ്. നെക്സ്റ്റ് വൺ, പാക്ക് സൈസ് ഓഫ് പീഡിയാട്രിക് ഓറൽ ഡ്രോപ്പ്. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെ അല്ലേ? പീഡിയാട്രിക് ഓറൽ ഡ്രോപ്സിന്റെ പാക്ക് സൈസ് ഏതാണ്? 5 ml. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 5 ml ആണ് അതിന്റെ ആൻസർ. 3 അല്ല, 7 അല്ല, 9 അല്ല. സോ 5 ml ആണ് പീഡിയാട്രിക് ഓറൽ ഡ്രോപ്സ് ഒക്കെ. നമ്മൾ അതിന്റെ ഒരു ആ പാക്കിന്റെ സൈസ് ഓർത്താൽ തന്നെ നമുക്ക് അറിയാം, ചെറുതാണ് അല്ലെ? 5 ml സൈസ് ആണ് വരിക. ദ ക്വാണ്ടിറ്റി ഓഫ് എനി സിംഗിൾ ഡ്രഗ് ഇമ്പോർട്ടഡ് ഫോർ പേഴ്സണൽ യൂസ് മസ്റ്റ് നോട്ട് എക്സീഡ് ഡാഷ് ആവറേജ് ഡോസ് 50, 100, 150, 200. ക്വസ്റ്റ്യൻ കൂടി പറയാം. ദ ക്വാണ്ടിറ്റി ഓഫ് എനി സിംഗിൾ ഡ്രഗ് ഇമ്പോർട്ടഡ് ഫോർ പേഴ്സണൽ യൂസ് മസ്റ്റ് നോട്ട് എക്സീഡ്. പേഴ്സണൽ യൂസ് വേണ്ടി ഇമ്പോർട്ട് ചെയ്യുന്ന ഡ്രഗില് മാക്സിമം എവിടം വരെ പോവാം, അതിൽ കൂടുതൽ പോകാൻ പാടില്ല. എന്താണ്? എത്രയാണ് എന്റെ ആൻസർ? 100 ആണ് എന്റെ ആൻസർ. സോ ദ ക്വാണ്ടിറ്റി ഓഫ് സിംഗിൾ ഡ്രഗ് ഇമ്പോർട്ടഡ് ഫോർ പേഴ്സണൽ യൂസ് മസ്റ്റ് നോട്ട് എക്സീഡ് 100. Next one, opium poppy can be cultivated only on behalf of the central government in notified areas in the states of Madhya Pradesh, Uttar Pradesh and Rajasthan. So മൂന്നും വരുന്നുണ്ട്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഓൾ ദി എബോവ് ആണ് എന്ത് വരിക? മധ്യപ്രദേശും ഉത്തർപ്രദേശും രാജസ്ഥാനും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓൾ ദി എബോവ്. Next one, the inclusion of indigenous system of medicine was recommended by Mudriya Committee, Bhatia Committee, Hathi Committee and Bohr Committee. ബോറെ കമ്മിറ്റി. സോ ആൻസർ വന്നിട്ട് എ ആണ്, മുതലിയ കമ്മിറ്റി ആണ് ഇൻക്ലൂഷൻ ഓഫ് ഇൻഡിജിനസ് സിസ്റ്റം ഓഫ് മെഡിസിൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. സോ ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലനേഷൻ പറയാത്തത്. വിച്ച് ഇസ് നോട്ട് എ പെർമിറ്റഡ് കളർ? ടാർട്രാസിൻ, റിസോസിൻ ബ്രൗൺ, ഇൻഡിഗോ കാർബൺ ആൻഡ് റോഡാമിൻ എന്നൊക്കെ അറിയാം. ഇതെല്ലാം പെർമിറ്റഡ് കളേഴ്സിന് എക്സാമ്പിൾ അല്ലേ? അപ്പോൾ അതിന്റെ ഇൻക്ലൂഡ് ചെയ്യാത്ത പെർമിറ്റഡ് കളേഴ്സിനകത്ത് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഒരാളാണ് റോഡാമിൻ. സോ അതിന്റെ ആൻസർ അല്ലെങ്കിൽ അതിന്റെ ഓപ്ഷൻ എന്താണ്? ബി ആണ് അതിന്റെ ആൻസർ. സോ ദാറ്റ് ഇസ് റോഡാമിൻ. നെക്സ്റ്റ് വൺ, alcoholic dutiable goods can be kept in a warehouse for a maximum period of 3 years, 5 years, 7 years and 10 years. 3 years ആണ് വരിക. ആൽക്കഹോളിക് ഡ്യൂട്ടിയബിൾ ഗുഡ്സ് നമുക്ക് മാക്സിമം 3 years വരെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, വിച്ച് ഇസ് നോട്ട് പേറ്റന്റബിൾ. അതായത് പേറ്റന്റ് കിട്ടാൻ ചാൻസ് ഉള്ളതും പേറ്റന്റ് കിട്ടാത്തതുമായുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതിൽ പേറ്റന്റ് കിട്ടാൻ പാടാത്ത കിട്ടില്ലാത്തുള്ള ഏതൊക്കെയാണ്? ന്യൂ ഡ്രഗ് ടു ട്രീറ്റ് ക്യാൻസർ പേറ്റന്റ് കിട്ടാം. ന്യൂ മെത്തേഡ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, ന്യൂ മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ ഓർ ഹോർട്ടിക്കൾച്ചർ, ഓൾ ദി എബോവ്. സോ ഇതിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ഡ്രഗ് ടു ട്രീറ്റ് ക്യാൻസർ അതിന് പേറ്റന്റ് കിട്ടാം. ന്യൂ മെത്തേഡ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷനും പേറ്റന്റ് കിട്ടാം. പക്ഷേ ന്യൂ മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ ഓർ ഹോർട്ടിക്കൾച്ചർ ഇസ് നോൺ പേറ്റന്റബിൾ. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ, നോൺ പേറ്റന്റബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷെഡ്യൂൾ TA, list of machinery, equipment and manufacturing premises for manufacture of various categories of Ayurveda and Siddha system of medicine. Option B, good manufacturing practice of Ayurveda, Siddha and Unani. Option C, form of records of utilization of raw material by Ayurveda, Siddha and Unani manufacturing unit. And option D, none of the above. So records ആണല്ലേ? സോ അതിന് ആൻസർ സി ആണ്. റെക്കോർഡ്സ് വരുന്നത് ഷെഡ്യൂൾ TA-യിലാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the Pharmacy Bill 2023 amends the Pharmacy Act 1948, Drugs and Cosmetics Act 1940, Medicinal and Toilet Preparation Act 1955, none of the above. So direct point question ആണ്. Pharmacy Bill 2023 amend ചെയ്യുന്നത് Pharmacy Act 1948-നെയാണ്. So answer is option A, Pharmacy Act 1948. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The value of percentage margin for calculating ceiling price of scheduled formulation. അതിന്റെ വാല്യൂ എത്രയാണ്? ഓപ്ഷൻ A 4, ഓപ്ഷൻ B 8, ഓപ്ഷൻ C 12 and option D 16. ആൻസർ 16 ആണ്. സോ ദ വാല്യൂ ഓഫ് പെർസെന്റേജ് മാർജിൻ, നമ്മൾ സീലിംഗ് പ്രൈസ് ഷെഡ്യൂൾഡ് ഫോർമുലേഷൻസിന്റെ സീലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പെർസെന്റേജ് മാർജിന്റെ വാല്യൂ എത്രയാണ്? 16 ആണ് വരിക ആൻസർ. സോ ഓപ്ഷൻ ഡി. Next one, the Central Information Commission consists of the Chief Information Commissioner, Leader of Opposition in the Lok Sabha, a Cabinet Minister to be nominated by the Chief Minister, a Union Cabinet Minister to be nominated by the Prime Minister. Option 2, 3, 4 ഉണ്ട്. 1, 2, 3, 1, 2, 4 and 1, 3 and 4. So ഇതിന്റെ വന്നിട്ട് ആൻസർ സി ആണ്. അതായത് ദ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ വരുന്നുണ്ട്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ദ ലോക്സഭ വരുന്നുണ്ട്, ആൻഡ് ഫൈനലി യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ടു ബി നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട്. ക്യാബിനറ്റ് മിനിസ്റ്റർ ടു ബി നോമിനേറ്റഡ് ബൈ ചീഫ് മിനിസ്റ്റർ വരുന്നില്ല. ഓക്കെ, ദാറ്റ് ഇസ് സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മിറ്റി.
അടുത്തത് in regard to particle size, the Worcester process is applicable to macro encapsulation, micro encapsulation, both A and B and none of the above. Worcester process is applicable to this both micro emulsion and macro emulsion, that is option C ആണ് അതിന്റെ ആൻസർ. Worcester process രണ്ടിനും applicable ആണ്. Next one, soft drug approach for ocular drug delivery involves. Ocular നമ്മൾ eye ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലേ. So site specific action undergoes singular metabolic deactivation, both A and B and none of the above. ആൻസർ സ്പെസിഫിക് ആയിട്ട് ഏതാണ്? ഇത് തന്നെ സി ആണ് അതിന് വരുന്ന ആൻസർ. അതായത് സിംഗുലർ മെറ്റബോളിക് ഡിയാക്ടിവേഷൻ നടക്കുന്നതിന് പോലെ സൈറ്റ് സ്പെസിഫിക് ആക്ഷനും ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. The next one, sonophoresis include ultrasound based drug delivery, short duration high voltage pulses based drug delivery, applied electric potential based drug delivery, all of the above. Sonophoresis അപ്പോൾ ആ ടീമിൽ തന്നെ ഉണ്ട്, സൗണ്ട് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് സോണോ. ദോ അൾട്രാസൗണ്ട് ബേസ്ഡ് ഡ്രഗ് ഡെലിവറി ആണ് ഇതിന്റെ ആൻസർ. ഓൾ ഓഫ് ദി അബോവ് അല്ല, ചിലപ്പോൾ ഓൾ ഓഫ് ദി അബോവ് കുത്താനൊരു ചാൻസ് വരും. ഓൾ ഓഫ് ദി അബോവ് അല്ല, സോണോഫോറസിന് സ്പെസിഫിക് ആയിട്ട് അൾട്രാസൗണ്ട് ബേസ്ഡ് ഡ്രഗ് ഡെലിവറി ആണ് ആൻസർ ആയിട്ട് വരിക. സോ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് വൺ, thermodynamically stable solubilized systems are known as clear emulsions, microemulsions, micellar microemulsions and all of the above. ഇതെല്ലാം എന്താണ്? thermodynamically stable solubilized systems ആണ്. So answer is option D. clear emulsion വരും, microemulsion വരും, micellar microemulsion വരും. They are thermodynamically stable solubilized system. Lou-Riegelmann method is useful for which of the following? One compartment model, multi-compartment model, mammillary model and all of the above. Lou-Riegelmann method. Lou-Riegelmann method എന്താണ്? മൾട്ടി കമ്പാർട്ട്മെന്റ് മോഡൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. Lou-Riegelmann മറക്കരുത്. എന്താണ്? Lou-Riegelmann method is applicable for multi compartment model. Okay. The next one, iodophore contain which of the following? Iodophore നകത്ത് എന്താ ഉള്ളത്? non-ionic surfactant, anionic surfactant, povidone and all of the above. So iodophore contains all the above. non-ionic surfactantum, anionic surfactantum, povidone എല്ലാം included ആണ്. So എല്ലാം include ആയതുകൊണ്ട് ഓപ്ഷൻ ഡി all of the above ആയിരിക്കും അതിനകത്ത് വരുള്ളൂ. As per WHO guidelines, identification of critical elements of a process which are available at centers unit and not in receiving unit is known as gap analysis, design space, in process control and finished product. അതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ്, ഗ്യാപ്പ് അനാലിസിസ് ആണ്. സോ WHO ഗൈഡ്ലൈൻസ് അനുസരിച്ചിട്ട് ഫോർ ക്രിട്ടിക്കൽ എലമെന്റ്സിന്റെ ഐഡന്റിഫിക്കേഷൻ വിച്ച് ആർ അവൈലബിൾ അറ്റ് സെന്റേഴ്സ് യൂണിറ്റ് ആൻഡ് നോട്ട് ഇൻ റിസീവ്, സെന്റേഴ്സ് യൂണിറ്റിൽ ഉള്ള ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുക. ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ. The next one, examples of cross tabulation include which of the following? Two-way table, three-way table, manifold table and all of the above. All of the above ആണ് ആൻസർ. ക്രോസ് ടാബുലേഷൻ അകത്ത് ഇതെല്ലാം വരുന്നുണ്ട്. two-way tables വരുന്നുണ്ട്, three-way tables വരുന്നുണ്ട്, manifold tables വരുന്നുണ്ട്. Okay, so answer is option D. Next one, Wilcoxon sign rank test is better than which of the following? നമുക്കറിയാം, നമ്മൾ ടി ടെസ്റ്റ്, അതായത് പാരാമെട്രിക് നോൺ പാരാമെട്രിക് ഒക്കെ ബയോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. സോ അതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വിൽകോക്സൺ സൈൻ റാങ്ക് ടെസ്റ്റ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതിനേക്കാളും ബെറ്റർ ആണ്? വൺ സാമ്പിൾ ടെസ്റ്റ്, പെയർഡ് ടി ടെസ്റ്റ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദി എബോവ്. ആൻസർ ഇസ് ഓപ്ഷൻ സി. രണ്ടിനേക്കാളും ബെറ്റർ ആണ്, അതായത് വൺ സാമ്പിൾ ടെസ്റ്റിനേക്കാളും പെയർഡ് ടി ടെസ്റ്റിനേക്കാളും ബെറ്റർ ആണ് വിൽകോക്സൺ സൈൻ റാങ്ക് ടെസ്റ്റ്. ഓക്കെ. ഇൻഡിക്കേറ്റർ ക്യൂ കോമൺലി യൂസ്ഡ് ഫോർ ഗ്യാസ് പാക്ക് ജാർസ്, മെത്തിലിൻ ബ്ലൂ, ഇൻടോളറേറ്റ്, സഫ്രാനിൻ ആൻഡ് ബോത്ത് ബി ആൻഡ് സി, ദാറ്റ് ഈസ് ഇൻടോളറേറ്റ് ആൻഡ് സഫ്രാനിൻ. ആൻസർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അല്ല, മെത്തിലിൻ ബ്ലൂ ആണ് അതിന്റെ ആൻസർ. സോ ഗ്യാസ് പാക്ക് ജാറിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെത്തിലിൻ ബ്ലൂ ആണ്. ഓക്കെ. The next one, an example of conductometric biosensor, calorimetric biosensor, urea biosensor, പീസോ ഇലക്ട്രിക് ബയോസെൻസർ, തെർമോമെട്രിക് ബയോസെൻസർ. സോ കണ്ടക്ടോമെട്രിക്കിന് ബയോസെൻസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് യൂറിയ ബയോസെൻസർ ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, യൂറിയ ബയോസെൻസർ. കണ്ടക്ടോമെട്രിക് ബയോസെൻസറിന് എക്സാമ്പിൾ ആണ് യൂറിയ ബയോസെൻസർ. കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. Then the DNA diagnostic test for TB, the enzyme used is luciferase, urease, ligase and both A and B. അപ്പോൾ നമ്മൾ TB-യിൽ നമ്മൾ യൂസ് ചെയ്യുന്ന TB-യുടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ നമ്മൾ എൻസൈമായിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? ലൂസിഫറേസ്. ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ. സോ ഇൻ ദ DNA diagnostic test for TB, the enzyme luciferase is used. ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ. സോ ലാസ്റ്റിലേക്ക് വന്നപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി. സോ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു.
ടൈപ്പ് എന്നൊക്കെ പറയാം. സോ ആരും മീൻസ് പാടായിട്ടുള്ളവരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അതായത് വിഷമിക്കേണ്ട. നെക്സ്റ്റ് ഇനിയും കുറെ എക്സാംസ് വരുന്നുണ്ട്, IMS വരുന്നുണ്ട്. സോ നന്നായിട്ട് പഠിച്ച് ഇതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവർക്കൊക്കെ ഉറപ്പായിട്ടും അത് നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതുപോലെ എളുപ്പമുള്ള ഇത് ഈസി ആയിട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ തന്നെ മുന്നോട്ട് പിന്നെയും പഠിക്കുക. അപ്പോൾ ഒരു പാറ്റേൺ നമുക്ക് കിട്ടിയാൽ അനലിസ്റ്റിന്റെ അപ്പോൾ ഒരു സിലബസ് മാറി വന്നിട്ടുള്ള ആദ്യത്തെ ഒരു എക്സാം ആയിരുന്നു. സോ ഇതനുസരിച്ച് എല്ലാവരും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. ഇനി വരുന്ന എക്സാംസ് നന്നായിട്ട് എഴുതുക. IMS എല്ലാവരും നന്നായിട്ട് എഴുതട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.